എല്ലാവരെയും ദൈവം ധാരാളമായി പകൽക്കാലം സഹായിക്കുമാറാകട്ടെ. എൻ്റെ പേര് നിങ്ങൾക്കറിയുന്ന പോലെ പാസ്റ്റർ സജികുമാർ വട്ടപ്പാറ എന്നാണ്. എൻ്റെ സ്വദേശം തിരുവനന്തപുരം ജില്ലയിലെ വട്ടപ്പാറയാണ്. ഞങ്ങൾ കുടുംബമായി കഴിഞ്ഞ 20 വർഷങ്ങളായി സ്തോത്രം ചെന്നൈ പട്ടണത്തിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ദൈവം ഞങ്ങളെയും സ്തോത്രം ഞങ്ങളുടേതൊരു മിഷണറി കുടുംബമാണ്. എനിക്ക് 2 മക്കൾ, 2 മക്കളും ദൈവവേലയ്ക്കായി സമർപ്പിക്കപ്പെട്ടവരാണ്. 2 പെൺകുട്ടികളാണ്. മൂത്ത ആൾ വിവാഹിതയായി ബാംഗ്ലൂർ സെറ്റിലായിരിക്കുന്നു. അവരുടെ പഠനമൊക്കെ കഴിഞ്ഞ് അവളും സുവിശേഷ വേലയിലായിരിക്കുന്നു. അതുപോലെ എൻ്റെ ഇളയ മകള് അവള് പഠനത്തോടുള്ള ബന്ധത്തിൽ ബാംഗ്ലൂരിലായിരിക്കുന്നു. അവള് ഏഷ്യ ബൈബിൾ കോളേജില് അവള് MDവിന് 2ാം വർഷം പഠിക്കുന്നു. ഞങ്ങളും കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഞങ്ങൾ കുടുംബമായി അല്ല, ഞങ്ങൾ കുടുംബം മുഴുവൻ യേശുക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി സ്തോത്രം സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ടവരാണ്. ഞങ്ങൾ ഈ ലോകത്തിന്റെ ഒരു കാര്യങ്ങളിലും ഏർപ്പെടുന്നവരല്ല. സ്തോത്രം ഞങ്ങൾ പരിപൂർണമായി സമ്പൂർണമായി കർത്താവിന്റെ വേലയ്ക്കായി ഞങ്ങളെ തന്നെ സമർപ്പിക്കപ്പെട്ടവരാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ സ്തോത്രം നിൽപ്പാൻ സ്വർഗം ഇടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പല പ്രാവശ്യം നിങ്ങളുടെ നടുവിൽ വന്നിട്ടുണ്ട് സ്തോത്രം. അതുകൊണ്ട് നിങ്ങളിൽ പലർക്കും എന്നെ അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്തോത്രം വലിയ മുഖവുരയൊന്നും ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. സ്തോത്രം ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം സഹായിക്കട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഉപവാസ പ്രാർത്ഥനയുടെ 11ാമത്തെ ദിവസം. സ്തോത്രം കർത്താവേ, പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങയുടെ ജനത്തോട് അവിടുന്ന് സംസാരിക്കണം. ദൈവത്തിന്റെ വചനം, ഓ ഹല്ലേലൂയ, വേഗത്തിൽ ഓടുന്ന ദൈവത്തിന്റെ വചനം, ജീവനും ശക്തിയുമുള്ള വചനം, ആ തിരുവചനം ശക്തിയോടെ നിന്റെ മക്കളുടെ മേൽ വ്യാപരിക്കേണ്ടതിന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പറയുന്നതും ഞങ്ങൾ സംസാരിക്കുന്നതും എല്ലാം തിരുനാമ മഹത്വത്തിന് വേണ്ടിയായിരിക്കാൻ സ്വർഗം സഹായിക്കുകയാണ്. അവിടുത്തെ ഹിതമില്ലാത്ത വാക്കോ പ്രവൃത്തിയോ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയാകില്ലെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു മൂലം പിതാവേ, ആമേൻ. ദൈവത്തെ അന്വേഷിക്കുന്നവൻ അല്ലെങ്കിൽ ദൈവത്തെ തിരയുന്നവൻ, ദൈവത്തിന്റെ അരികിൽ വരുന്നവൻ, അവന് സ്തോത്രം ഒരു ക്വാളിറ്റി ആവശ്യമാണ്. ചുമ്മാതെ ദൈവം ദൈവം എന്ന് പറയുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്നില്ല എന്നാ തിരുവചനം പറയുന്നത്. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, പിന്നെ ആരാണ്? എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ്. സ്തോത്രം. ചുമ്മാതെ ഒരു മനുഷ്യന് ദൈവത്തിന്റെ സന്നിധി വരാൻ സാധ്യമല്ല. 3 കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഒന്ന് സ്തോത്രം ഒരു കൃപ, ദൈവത്തിന്റെ കൃപ, ഹല്ലേലൂയ. അടുത്തത് സ്തോത്രം വിശ്വാസം. 3ാമത്തേത് ഹല്ലേലൂയ പ്രത്യാശ. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് വെച്ചാട്ട് രാവിലെ സ്തോത്രം ഹല്ലേലൂയ 3 കാര്യങ്ങളാ ദൈവവുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്ന 3 കാര്യങ്ങളാണ്. 1 വിശ്വാസം, 2 സ്തോത്രം കൃപ, 3 പ്രത്യാശ. ഈ 3 കാര്യങ്ങളും സ്തോത്രം ഒരു മനുഷ്യന് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ സ്തോത്രം ഹല്ലേലൂയ അവനിൽ വ്യാപരിക്കണം. അപ്പോഴാണ് അവനൊരു വിശ്വാസിയായി തീരുന്നത്. അതെങ്ങനെ എന്ന് നമ്മൾ പ്രാരംഭത്തിൽ ചിന്തിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് വരാം. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണം. ദൈവാത്മാവ് എന്നോട് എനിക്ക് നിങ്ങളെ ആരെയും അറിയില്ല. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് നിങ്ങളോടാണ്. സ്തോത്രം നമ്മൾ ഓരോരുത്തരോടുമാണ്. എന്തെങ്കിലും ഒരു പ്രസംഗം പഠിച്ചിട്ട് വന്ന് അത് പറയുക, അങ്ങനെ ഒരു ശുശ്രൂഷ സ്വീകരിക്കുന്ന ആളല്ല ഞാൻ. ദൈവാത്മാവ് അപ്പോൾ സംസാരിക്കുന്നത് എന്തോ അതാണ് നിങ്ങളോട് സംസാരിക്കുക. സ്തോത്രം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ ബൈബിള് നോക്കത്തില്ല എന്നുള്ളതല്ല. 24 hours ബൈബിൾ പഠിക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാ. പക്ഷേ ഒരു മെസ്സേജ് തയ്യാറാക്കി വന്ന് സംസാരിക്കാറില്ല. ഈ പ്രഭാതത്തിൽ എന്താണോ സംസാരിക്കുന്നത് അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, സംസാരിക്കുന്ന ഞാനല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ ആ സംസാരിക്കുന്ന നിങ്ങളോടാ ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ വിടുതൽ സംഭവിപ്പാനിടയാകും. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്, എത്ര പേർക്ക് ബലമുണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞു സ്തോത്രം ദൈവത്തിന്റെ അരികിൽ വരുന്നവൻ ഒരു ക്വാളിറ്റി ഉണ്ട്. എന്താ ക്വാളിറ്റി? എബ്രായ ലേഖനം 11ാം അധ്യായം അതിന്റെ 6ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ഒന്നാമതായിട്ട് എന്ത് ചെയ്യണം? ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എന്താ വിശ്വാസം? വിശ്വാസത്തിന്റെ ഒരു ഡെഫിനിഷൻ അതേ അധ്യായത്തിൽ തന്നെ ആരംഭവാക്യത്തിൽ കിടക്കുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു, അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. ഇത് വിശ്വാസം. സ്തോത്രം. എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വിശ്വാസം വ്യാപരിക്കുന്നത്? കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളുടെ നടുവിൽ വരുമ്പോൾ
ഞാൻ വിശ്വാസത്തിന്റെ ഒരാംഗിളിൽ സംസാരിച്ചു. സ്തോത്രം. ഇന്ന് വിശ്വാസത്തിന്റെ മറ്റൊരാംഗിളിൽ സംസാരിക്കുകയാണ്. വിശ്വാസത്തിന്റെ തന്നെ മറ്റൊരു ആംഗിളിൽ. സ്തോത്രം. ഈ ദൈവദാസന്മാർ വന്ന് പറയുന്നതൊക്കെ ചുമ്മാ ഇതിലേ കേട്ടിട്ട് ഇതിലേ കളയരുത്. സ്തോത്രം. ആ വിശ്വാസം, ആ വചനം വ്യാപരിക്കണം. ആ വചനമാണ് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. വചനമാണ് ജഡമായി തീർന്നത്, അല്ലെങ്കിൽ മനുഷ്യ ശരീരമായി മാറിയത്. ദൈവത്തിന്റെ വചനം, ആ വചനത്താൽ ജീവിക്കണം. യേശുക്രിസ്തു പിശാചിനോട് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു. വചനമാണ് ഒരു മനുഷ്യനെ ജീവിപ്പിക്കുന്നത്. വചനമാണ് ഒരുവനെ ശക്തീകരിക്കുന്നത്. ഹല്ലേലൂയ. വചനമാണ് ഒരുവനെ, സ്തോത്രം, ദൈവത്തിൽ നിലനിർത്തുന്നത്, ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുന്ന കാര്യം. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ഞാനൊന്ന് പറയാം. സ്തോത്രം. ആരാണ് നിങ്ങൾ? ബേസിക്, ഈ ശുശ്രൂഷയിൽ വരുന്നവർക്ക് നിങ്ങൾക്ക് ഈ ബേസിക് ആവശ്യമാണ്. നിങ്ങൾ ഈ ബേസിക് വിട്ടിട്ട് സ്തോത്രം പ്രവചനം കേൾക്കാനോ ഹല്ലേലൂയ സ്തോത്രം ഒക്കെ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അതൊന്നും പ്രാവർത്തികമാകുകയില്ല. വചനത്തിന്റെ ആഴത്തിൽ വചനം ഡൈജസ്റ്റ് ആകണം. ഭക്ഷണം കഴിക്കാതെ ശക്തി വരികയില്ല. അതുപോലെ സ്തോത്രം, വചനം ഭക്ഷിക്കാതെ ദൈവത്തിന്റെ പ്രവൃത്തികൾ ഒന്നും സംഭവിക്കുകയില്ല. അപ്പോൾ പ്രാഥമികമായിട്ടുള്ള കാര്യം, ദൈവത്തിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കണമെങ്കിൽ ഒന്ന് നമ്മിൽ വിശ്വാസമുണ്ട്. എങ്ങനെ വിശ്വാസം ഉണ്ടാകുന്നു? സ്തോത്രം. ആരാണ് ദൈവം? ആരാണ് ആ ദൈവത്തിന്റെ പ്രത്യേകത? ആ ദൈവം അദൃശ്യനായ ദൈവമാണ്. ദൈവം അദൃശ്യനാണ്. ദൈവത്തെ കാണാൻ സാധ്യമല്ല. സ്തോത്രം. അയ്യോ പാസ്റ്റേ, ഞങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്ന അനേകരും ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എന്നാൽ നിങ്ങൾ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കിയാൽ ദൈവം ആത്മലോകത്തിലാണ് വസിക്കുന്നത്. സ്തോത്രം. ആത്മലോകത്തിലുള്ള ദൈവത്തെ നമുക്ക് കാണാൻ കഴിയുകയില്ല. അത് എവിടെ നമുക്ക് മനസ്സിലാകും? സ്തോത്രം. നിങ്ങൾ തിമോഥെയോസിന്റെ 1-ാം ലേഖനം 6-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ, തിമോഥെയോസിന്റെ 1-ാം ലേഖനം, ആരെങ്കിലും എന്നോട് കൂടെ ചേർന്ന് ബൈബിൾ വചനം എടുത്തിട്ടൊന്ന് വായിച്ചാട്ട് തിമോഥെയോസിന്റെ 1 ആരാണ് ദൈവം എന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ, തിമോഥെയോസിന്റെ 1-ാം ലേഖനം, ആ 1-ാം ലേഖനത്തിലെ 6-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നാം ഒന്ന് വായിച്ചാൽ നമുക്ക് അവിടെ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്, ആരാണ് ദൈവം എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. സ്തോത്രം. അതിന്റെ 15-ാമത്തെ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും താൻ മാത്രം വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ. മനുഷ്യരാരും അവനെ കണ്ടിട്ടില്ല. കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായ ദൈവം. ആത്മലോകത്തിൽ യേശുക്രിസ്തു പറഞ്ഞു, ദൈവം ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കും. അപ്പൊ ആത്മാവാകുന്ന ദൈവം, സ്തോത്രം ഹല്ലേലൂയ, മറ്റൊരു വേൾഡിൽ, മറ്റൊരു ലോകത്തിൽ വസിക്കുന്നവനായ ദൈവം, ഹല്ലേലൂയ, അദൃശ്യനായ ദൈവം, കാണാൻ കഴിയാത്ത ദൈവം, സർവാധിപതിയായ ദൈവം. ആ ദൈവം ഹല്ലേലൂയ. 1-ാമത്തെ കാര്യം, ഈ ദൈവം ആരാ? സ്തോത്രം ഹല്ലേലൂയ. ഈ ദൈവം എങ്ങനെയാ ഭൂമി വന്നേ? ഈ ദൈവം സ്തോത്രം, ദൈവത്തിന്റെ സൃഷ്ടിയാ ഭൂമി. ഹല്ലേലൂയ. പക്ഷേ സൃഷ്ടിക്കകത്ത് ഒതുങ്ങുന്നവനല്ല ദൈവം. സ്തോത്രം ഹല്ലേലൂയ. എങ്ങനെ വന്നു? എങ്ങനെ കാണാൻ കഴിയും? അദൃശ്യനായ ദൈവത്തെ എങ്ങനെ കാണാൻ കഴിയും? ഹല്ലേലൂയ. ഈ ധന്യനായ ഏകാധിപതി എന്ന് എങ്ങനെ കാണാൻ കഴിയും? യേശു പറഞ്ഞു, ആത്മാവിൽ ആരാധിക്കുന്ന. സ്തോത്രം. 2 ലോകങ്ങൾ. അതിൽ 1-ാമത്തെ ലോകം ആത്മലോകമാ. ആത്മലോകം, അദൃശ്യ ലോകം. സ്തോത്രം ഹല്ലേലൂയ. ഈ അദൃശ്യ ലോകത്തിൽ, സ്തോത്രം, ദൃശ്യലോകത്തിൽ ഇരിക്കുന്ന നാം, ഇവിടെ നമുക്കെല്ലാം കാണാൻ കഴിയും. ഹല്ലേലൂയ. ഈ 2 ലോകങ്ങൾ, ഒന്ന് ഭൂമി, ഒന്ന് സ്വർഗം. സ്തോത്രം. ഇതിനെ തമ്മില് എങ്ങനെയാ ബന്ധിപ്പിക്കുന്നേ? അത് കാണണമെങ്കിൽ കൊലോസ്യ ലേഖനത്തിലേക്ക് നിങ്ങളൊന്ന് വന്നാൽ, സ്തോത്രം, കൊലോസ്യ ലേഖനം ഞാൻ പറയുന്നത് ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കണം. ഹല്ലേലൂയ. സ്തോത്രം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ സ്തോത്രം 15-ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ സ്തോത്രം 15-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സർവസൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും
സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. ഓ സ്തോത്രം. നോക്കൂ, ഹല്ലേലൂയ. അവൻ ഇവിടെ ആരാണ്? യേശു ക്രിസ്തു. ഹല്ലേലൂയ. യേശു ക്രിസ്തു ആണ് ദ മീഡിയേറ്റർ. ഭൂമിയെയും സ്വർഗത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹല്ലേലൂയ ചാലക ശക്തി. ആ ബ്രിഡ്ജ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാ. എന്ന് പറഞ്ഞാൽ അദൃശ്യ ലോകത്തിലിരിക്കുന്ന അദൃശ്യനായ ദൈവത്തെ ഈ ഭൂമിയിൽ നമുക്ക് കാണുവാൻ വെളിപ്പെടുത്തി തന്നവനായ ക്രിസ്തു. ഹല്ലേലൂയ. യേശു ക്രിസ്തു. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? ഒന്നാമത്തെ കാര്യം മനസ്സിലായി. എത്ര മനസ്സിലായവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അദൃശ്യനായ ദൈവം, ആ ദൈവത്തെ വെളിപ്പെടുത്തി. വീണ്ടും നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാകണമെങ്കിൽ സ്തോത്രം ഒന്ന് വായിച്ചോളൂ. യോഹന്നാൻ സുവിശേഷം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം സ്തോത്രം ഒന്ന് വായിച്ചാട്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാകും. ഈ ദൈവം ഈ രണ്ട് ലോകങ്ങളെയും ഭൂമിയെയും സ്വർഗത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അദൃശ്യനായ ദൈവത്തെ വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഹല്ലേലൂയ. വായിച്ച. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ അത്രമേൽ സ്നേഹിച്ചു. സ്തോത്രം. ലോകത്തെ, ദൃശ്യലോകത്തെ സ്നേഹിച്ച ദൈവം ഈ ലോകം നശിച്ചു പോകാതെ, നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കേണ്ടതിന് തന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. യോഹന്നാൻ അതിനെ കാണുകയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സ്തോത്രം. അവനിൽ ജീവനുണ്ട്. താഴോട്ട് വായിക്കുമ്പോൾ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഇറങ്ങി വന്നു. ഈ യേശു ക്രിസ്തുവിനെയും നമ്മെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 3 ഘടകങ്ങളാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്. ഒന്ന്, സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ കൃപ. ഹല്ലേലൂയ. ഈ സ്തോത്രം യേശുവിൽ വിശ്വസിപ്പാനുള്ള കൃപ നമുക്ക് നൽകി. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയാൽ ഈ ക്രിസ്തുവിലേക്ക്, ഈ സ്തോത്രം ദൈവത്തിന്റെ ദൃശ്യനായ ഹല്ലേലൂയ സ്തോത്രം അദൃശ്യനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിലേക്ക് നമ്മെ നയിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് സ്തോത്രം ഉണ്ട്? എന്നെ കേൾക്കുന്നവരൊക്കെ വീഡിയോ ഓഫ് ചെയ്ത് പോവാണോ? അയ്യോ, രാവിലെ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ ഹല്ലേലൂയ പ്രവചനം കേൾക്കാനിരിക്കുകയാണെങ്കിൽ ഓർക്കുക, സ്തോത്രം, നിങ്ങൾ വിഡ്ഢികളുടെ ലോകത്തിലാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനമാ പ്രവചനം. ദൈവത്തിന്റെ വചനമാ നിന്റെ ജീവിതത്തിൽ വരുന്നത്. ദൈവത്തിന്റെ വചനം കൂടാതെ ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സകലതും അവൻ മുഖാന്തരം. ദൈവത്തിന്റെ വചനമാ നമ്മെ സ്തോത്രം ശക്തീകരിക്കുന്നത്. ദൈവത്തിന്റെ വചനമാ നമ്മെ ഹല്ലേലൂയ. പ്രവചനം എന്ന് പറയുന്ന മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. സ്തോത്രം. ഹല്ലേലൂയ. അതെന്താ? എന്റെ വചനമാകുന്ന യേശുവാകുന്ന ദൈവമാകുന്ന സ്തോത്രം. ഹല്ലേലൂയ. ആ ആഹാരമാ ഇന്ന് രാവിലെ നമുക്ക് ആഹാരം ലഭിക്കുക. 3 കാര്യങ്ങളാ. ഒന്ന്, സ്തോത്രം, കൃപ നിന്നെ എവിടേക്ക് നടത്തി? ഹല്ലേലൂയ. ദൈവത്തിങ്കലേക്ക് നടത്തി. ഒരു വാക്യം ഒന്ന് വായിച്ചാൽ ഗലാത്യ ലേഖനം അതിന്റെ സ്തോത്രം 3-ാം അധ്യായം തോന്നുന്നു. സ്തോത്രം. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ ഹല്ലേലൂയ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കേണ്ട. സമയം താമസിക്കും, ഞാൻ തന്നെ വായിക്കാം. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന എല്ലാവരും എടുക്കണം. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. കൃപ നമ്മെ യേശു ക്രിസ്തുവിലേക്ക് നടത്തി. ഹല്ലേലൂയ. എങ്ങനെയാണത്? നിങ്ങൾ മക്കളാകൊണ്ട്, ഇപ്പോൾ നിങ്ങൾ മക്കളാ. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. വീണ്ടും, എന്നാൽ അന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടും മുമ്പേ, ദൈവം നിങ്ങളെ കൃപയാൽ പുത്രനിലേക്ക് ആകർഷിക്കും മുമ്പേ, തന്നെ അറിയുവാൻ പുത്രനിലേക്ക് വരുന്നതിന് മുമ്പ്, എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇന്നലെ വരെ എന്തിരുന്നു?
ഹല്ലേലൂയ. ദൈവങ്ങളല്ലാത്തവർക്ക്, സ്വഭാവത്തിൽ ദൈവങ്ങളല്ലാത്തവർക്ക് ഇന്നും അനേകർ അങ്ങനെ കഴിയുക. ദൈവത്തെ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ടും ഹല്ലേലൂയ ദൈവങ്ങളല്ലാത്തവയ്ക്ക് അടിമപ്പെട്ടിരിക്കുക. ചിലർ ചർച്ചിന് അടിമപ്പെട്ടിരിക്കുക, ചിലർ ഹല്ലേലൂയ സ്തോത്രം അവരുടെ സകലതും, അവരെ നോക്കിയാൽ വലിയ ആത്മീയന്മാരെന്ന് തോന്നും, പക്ഷെ അവര് ചർച്ച് കാര്യങ്ങളിലെല്ലാം ഉണ്ട്. സ്തോത്രം ഹല്ലേലൂയ. നമുക്ക് തോന്നും ഇവർ വലിയ ആത്മീയരാ, രാവിലെ കൃത്യമായിട്ട് ചർച്ചിൽ പോകുന്നു, പക്ഷെ ദേ ആർ ചർച്ച് ഓറിയന്റഡ് പീപ്പിൾ. ദൈവം അവർക്ക് വലിയ ഇമ്പോർട്ടന്റ് അല്ല, ചർച്ചാണ് പ്രധാനം. അങ്ങനെയുള്ളവരുണ്ട്. ഹല്ലേലൂയ. ഇനി മറ്റു കൂട്ടർ മറ്റു പല കാര്യങ്ങളാണ്. നോക്കൂ, ദൈവമല്ലാത്തവർ കടിമപ്പെട്ടിരുന്നു, സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർ കടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും. ഇപ്പോഴോ നിങ്ങൾ എന്താ നിങ്ങളുടെ പ്രത്യേകത? നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു. പിന്നെയോ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ. പിന്നെ എന്താണ്? നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് തിരിയുന്നതെന്ന്. മനുഷ്യരുടെ വിടുതലിന് തടസ്സമായി നിൽക്കുന്നത് അവന്റെ ആദിപാഠങ്ങളാണ്. അവൻ ഇന്നലെ വരെ എന്തിനെയൊക്കെയോ ദൈവമെന്ന് വിളിച്ചു, എന്നിന്റെയെല്ലാം പിന്നാലെ നടന്നു. ഹല്ലേലൂയ. എന്നാൽ കൃപ അവനെ ജീവനുള്ള ദൈവത്തിന്റെ അരികിലേക്ക് നടത്തി, യേശു ക്രിസ്തുവിന്റെ അരികിലേക്ക് നടത്തി. ഇപ്പോൾ നീ ആരാ? നീ അബ്ബാ പിതാവേ, നിനക്ക് അബ്ബാ എന്ന് വിളിക്കാൻ കഴിയുന്ന, പിതാവേ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. വിശ്വാസം വ്യാപരിക്കുന്നുണ്ടോ? വിശ്വാസം വ്യാപരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. എനിക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ അരികിലേക്കാണ്, ആ പുത്രന്റെ അരികിലേക്കാണ് കൃപ എന്നെ നടത്തിയത്. ഹല്ലേലൂയ. സ്തോത്രം. അത് മനുഷ്യന്റെ ഇതിൽ വന്നതല്ല, അർഹിക്കാത്ത അനുഗ്രഹമാ ദൈവം നൽകുന്ന. ഹല്ലേലൂയ. പൂർണ്ണതയുള്ള അർഹിക്കാത്ത അനുഗ്രഹമാ കൃപ. സ്തോത്രം. കൃപയെ കുറിച്ചൊക്കെ ധാരാളം മണിക്കൂറുകൾ സംസാരിക്കാനുണ്ട്, പക്ഷെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്റെ ഇതിലേക്കൊന്ന് വന്നാട്ടെ. സ്തോത്രം. അപ്പൊ കൃപ നമ്മെ ദൈവത്തിലേക്കുണ്ട്. റോമാലേഖനം എഴുതിയിടുകയാണ്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഹല്ലേലൂയ. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മുഖാന്തരം നമുക്ക് പ്രവേശനം ലഭിച്ചു. ഹല്ലേലൂയ. താഴെ വീണ്ടും ഒരു കാര്യത്തെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. സ്തോത്രം. എന്താണത്? അത് പ്രത്യാശയാണ്. ഹല്ലേലൂയ. നോക്കൂ, സ്തോത്രം. വിശ്വാസം കൂടാതെ നിനക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ സാധ്യമല്ല. ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ എന്താണ്? ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസം എന്താ? സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് എന്തെങ്കിലും ഒരു സ്തോത്രം, ഒരു ലോലമായ ഒരു വിശ്വാസമല്ല. ദൈവം പ്രവർത്തിക്കുമായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സഹോദരി, ദൈവം പ്രവർത്തിക്കും. ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഇതൊന്നും അല്ല വിശ്വാസം. എന്താ വിശ്വാസം? വിശ്വാസം എന്നത് ഹല്ലേലൂയ രൂഢമൂലമായതാ, വേരുറച്ചതാ, ഒരു ചലനമില്ലാത്തതാ. സ്തോത്രം. അതെന്താ വിശ്വാസം? ഈ പുത്രനായ ക്രിസ്തുവിനെ ഹല്ലേലൂയ എന്റെ രക്ഷിതാവും എന്റെ കർത്താവുമായി ഞാൻ എന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചതാ. ഈ ബേസിക് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ എന്റെ അടുത്ത ഭാഗം അങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം. ഇതിനെ കൃപ നമ്മെ ക്രിസ്തുവിന്റെ അരികിലേക്ക് നടത്തി. അവിടുത്തെ ദൈവമെന്നും പുത്രനെന്നും നമുക്ക് മനസ്സിലായി. നാം സ്വീകരിച്ചു ദൃഢമായ വിശ്വാസത്താൽ. ഹല്ലേലൂയ. ദൃഢമായ, ഉറപ്പുള്ള, അചഞ്ചലമായ വിശ്വാസത്തിന് ഹീബ്രുവിൽ പറയുന്നത് സ്തോത്രം യമൂന എന്ന ഹീബ്രുവിൽ പറയുന്ന യമൂന സ്തോത്രം. വിശ്വാസത്തിന്. ഹല്ലേലൂയ. അതിന്റെ ഗ്രീക്ക് പദം നോക്കിയാൽ പിസ്റ്റിസ് എന്ന് പറയും. രണ്ടും ഒന്ന് അചഞ്ചലമായ, അതിനെക്കുറിച്ച് ഞാൻ ആശയം പറയാം. ഹല്ലേലൂയ. സ്തോത്രം. അചഞ്ചലമായ എന്ന് പറഞ്ഞാൽ സ്തോത്രം ഒരു ചങ്ങല കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന് ഗ്രീക്കിൽ ആ വാക്കിനർത്ഥം. ഹല്ലേലൂയ. ഇനി അത് ഹീബ്രുവിൽ വരുമ്പോഴോ ദൃഢമായ, ഉറപ്പുള്ള, പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ആ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ഒരു മതിലിൽ ചാരി നിൽക്കാണെന്ന് വിചാരിക്കട്ടെ. എന്തുകൊണ്ടാണ് നിങ്ങൾ ആ മതിലിൽ ചാരി നിൽക്കുന്നത്? ആ മതിൽ മറിഞ്ഞപ്പുറം വീഴുകയില്ല എന്ന വിശ്വാസമാ സ്തോത്രം നിങ്ങളെ അതിൽ ചാരി നിർത്തുന്നത്. ഹല്ലേലൂയ. ആ മതിൽ മറിഞ്ഞു പോയാൽ നിങ്ങളെ മറിഞ്ഞപ്പുറം വീഴും. ഹല്ലേലൂയ. എന്നാൽ ദൈവം അതുപോലെ തന്നെയാ. നിങ്ങൾ ചാരിയിരിക്കുന്ന ഈ പാറ, ഹല്ലേലൂയ, ഈ ദൈവം, ആ ദൈവത്തിന്റെ പ്രത്യേകത ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ എത്ര പേർ ആത്മാവിൽ ആ ദൈവത്തെ ഒന്ന് സ്വീകരിക്കും? ഹല്ലേലൂയ. ഹല്ലേലൂയ.
വിശ്വാസത്താൽ ഉറപ്പുള്ള ദൈവം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ദൈവം കൃപ തന്നു. തന്റെ പുത്രനെ നമുക്ക് നൽകി. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. നീതിമാൻ എന്നൊരു പേര് തന്നു. ഞാൻ നീതിമാനൊന്നുമല്ല, ഞാൻ ദുഷ്ടനും പാപിയും ഭയങ്കരനും ഒക്കെ ആയ മനുഷ്യനായിരുന്നു. സ്തോത്രം. എന്നാൽ എനിക്കൊരു പേര് തന്നു. ഹല്ലേലൂയ. ഞാൻ ആ മതിലിൽ ചാരിയ, അല്ലെങ്കിൽ ആ ക്രിസ്തുവിൽ ചാരിയ, ക്രിസ്തുവിൽ ബന്ധിക്കപ്പെട്ട നിമിഷത്തിൽ എനിക്ക് എന്ത് ലഭിച്ചു? എനിക്ക് ലഭിച്ചത് ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ആ ദൈവത്തിലുള്ള ഹല്ലേലൂയ വിശ്വാസത്താൽ നീതിമാൻ എന്ന പേര് എനിക്ക് കിട്ടി. ദൈവം എന്നെ നീതിമാൻ എന്ന് കൽപ്പിച്ചു. മാത്രമല്ല, എന്റെ മേലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ്, ലോകത്തിന് കാണാൻ കഴിയാത്ത, ലോകത്തിന് അറിയാത്ത ഹല്ലേലൂയ ഒരാത്മശക്തി എന്റെ മേൽ വന്നു. എന്നെ നടത്തുന്നത് പരിശുദ്ധാത്മാവ. എന്നെ നടത്തുന്നത് ലോകമനുഷ്യരല്ല. എന്നെ നടത്തുന്നത് ലോകത്തിന്റെ കാലുകളല്ല. എന്നെ നടത്തുന്നത് ഹല്ലേലൂയ ദൈവത്തിന്റെ കാലുകൾ അത്രേ. ദൈവത്തിന്റെ അഭൂതപൂർവമായ ശക്തി അത്രേ എന്നെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാ അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മുഖാന്തരം പ്രവേശനം എനിക്ക് ലഭിച്ചു. ആര് മുഖാന്തരം? യേശുക്രിസ്തു മുഖാന്തരം. നിങ്ങൾ ക്ഷണിച്ചു പോയോ? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് പ്രവേശനം ലഭിച്ചു. ഈ പ്രവേശനം ലഭിച്ചു. അവൻ ആരാണ്? അവൻ നമ്മളെ പഴയ നിയമത്തിൽ പോയി പഠിച്ചാൽ അവിടെ സ്തോത്രം മനസ്സിലാകും. സ്തോത്രം, ഈ ദൈവത്തിന്റെ പ്രത്യേകത എന്താ? ദൈവത്തിന്റെ 1-2 പ്രത്യേകതകളിലൂടെ മനസ്സിലാക്കിയിട്ട് നമ്മളൊന്ന് വരാം. ഈ ദൈവം ആരാ? ഹല്ലേലൂയ, സ്തോത്രം. ആവർത്തന പുസ്തകം 32-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം കൂടെ നിങ്ങളൊന്ന് വായിച്ചാട്ട്. ആവർത്തന പുസ്തകം ഹല്ലേലൂയ 32-ാം അധ്യായം കിട്ടുന്നവർ വേഗത്തിൽ വായിച്ചാട്ട്. അവൻ പാറ, അവന്റെ പ്രവൃത്തി അത്യുത്തമം, അവന്റെ വഴികളൊക്കെ ന്യായം, അവൻ വിശ്വസ്തതയുള്ള ദൈവം, അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, വ്യാജമില്ലാത്തവൻ, ഹല്ലേലൂയ, പാറയായ ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന് ഓർത്തെ, ദൈവത്തിന്റെ പ്രത്യേകത എന്താ? പാറയായ ദൈവം. ഒരു ചലനവുമില്ല. ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ട് അങ്ങ് മാറിപ്പോകും. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന ബിജോയോട് ചോദിക്കുക. സ്തോത്രം, ആ ബിജോയ് ജമ്മുവിനോട് ചോദിക്കുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കാത്ത ദൈവം എന്ന് പറഞ്ഞിട്ട് വഴി കളഞ്ഞിട്ട് പോകും. ഹല്ലേലൂയ. ഒന്ന് പ്രതികരിച്ചാട്ട്. ഹല്ലേലൂയ. കളഞ്ഞിട്ട് പോകൂ. സ്തോത്രം, ഹല്ലേലൂയ. കളഞ്ഞിട്ട് പോവോ? നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഒരു നാള് കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നിന്നെ കുറിച്ച് പദ്ധതികളില് ഹല്ലേലൂയ ദൈവത്തിന് വലിയതായ പദ്ധതിയുണ്ട്. നിന്റെ ദൈവിക പദ്ധതികളെ തടഞ്ഞു വെക്കുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. നിന്നോടുള്ള ദൈവത്തിന്റെ കൃപ ആഴമാർന്ന നിലയിൽ ഇറങ്ങി വന്നിരിക്കാൻ നീ ഭയപ്പെടുന്നത് എന്തിന്? നീ ഭാരപ്പെടുന്നത് എന്തിന്? നിന്റെ അതിരുകളെ അവൻ വിശാലമാക്കുകയാണ്. നിന്നെ അവൻ ശക്തീകരിക്കുകയാണ്. നിന്നെ ഇപ്പോൾ അഭിഷേകം ചെയ്യുകയാണ്. റൈറ്റ് നൗ, ഇപ്പോൾ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി നിന്റെ മേൽ വരികയാണ്. നിന്നെ ശക്തീകരിക്കുകയാണ്, നിന്നെ ഉയർത്തുകയാണ്, നിന്നെ മാറ്റുകയാണ്. ഹല്ലേലൂയ. നീ ഇരിക്കുന്ന ഇടത്തെ മാറ്റുക, നിന്റെ ദേശത്തെ മാറ്റുക, നിന്റെ സ്തോത്ര പ്രവൃത്തി പദങ്ങളെ മാറ്റുക. നിന്നെ ദൈവം ഹല്ലേലൂയ അത്ഭുതാപകമായ അനുഗ്രഹത്തിലേക്കും നന്മയിലേക്കും കൊണ്ടുവരിക. അവൻ പാറ, അവൻ വിശ്വസ്തതയുള്ള ദൈവം, അവൻ മാറുന്നവനല്ല. ഈ പാറ ഏതാ? ഹല്ലേലൂയ. ഈ പാറ ക്രിസ്തുവാണ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാം, ഈ പാറ ക്രിസ്തുവാ. ഹല്ലേലൂയ. ഈ ക്രിസ്തു നിന്നിലേക്ക് വന്നു. കൃപയാൽ ദൈവം നിന്നെ ക്രിസ്തുവിലേക്ക് നടത്തി. ആ കൃപ സ്തോത്രം നഷ്ടപ്പെട്ടു പോകുന്നതല്ല. ഹല്ലേലൂയ. കൃപ നഷ്ടപ്പെട്ടു പോവുക. ബീന എജയോട് ചോദിക്കുക, ഹല്ലേലൂയ, കൃപ നഷ്ടപ്പെട്ടു പോകുന്നതാണോ? കൃപ ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോകുന്നതാണോ? ആരെങ്കിലും എന്തേലും പറഞ്ഞാൽ ഒഴുകിപ്പോകുന്നതാണോ കൃപ? ഹല്ലേലൂയ. തുടച്ചു നീക്കപ്പെടുന്നതാണോ കൃപ? ഇല്ല. നിന്നെ കൃപയിലേക്ക് നടത്തിയവൻ ദൈവമാണ്. നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഹല്ലേലൂയ. നീ മുന്നോട്ട് കാലുവെക്കുക, മുന്നോട്ട് ചുവട് വെക്കുക. നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക. ഈ പട്ടണത്തിൽ എനിക്ക് അനേകം ജനമുണ്ട്. ഹല്ലേലൂയ. നിനക്കാരും ദോഷം വരുത്തുകയില്ല. നിനക്ക് ദോഷമായി നിൽക്കുന്ന അന്ധകാര ശക്തികൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറുകയാണ്. ഹല്ലേലൂയ. നിന്നെ ശക്തീകരിക്കുന്ന ദൈവം,
നിന്നെ ബലപ്പെടുത്തുന്ന ദൈവം, നിന്നെ വിടുവിക്കുന്ന ദൈവം. നീ ഞരങ്ങുകയാ, നീ മൂളുകയാ, നീ സ്തോത്രം ഹല്ലേലൂയ പ്രയാസപ്പെടുകയാ സ്തോത്രം. അടുത്ത ദൈവത്തിന്റെ പ്രത്യേകത എന്താ? 18-ാം സങ്കീർത്തനം അതിന്റെ ഹല്ലേലൂയ സ്തോത്രം. ആ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? ആ ദൈവത്തെ ഞാൻ അറിയുന്നുണ്ടോ? ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥനയോടെ വന്നാട്ട് ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ ഹല്ലേലൂയ എന്നിൽ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു വാക്ക് നിന്റെ മേൽ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു വചനം നീ കേട്ടിട്ടുണ്ടെങ്കിൽ, ആര് തലേ കൈയെന്ന് വെക്കണ്ട. ഒരു വചനം നിന്റെ ഹൃദയത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ വചനം ക്രിയ ചെയ്യാൻ തുടങ്ങും. ആ വചനത്തിന് ജീവനുണ്ട്, അതിന് ശക്തിയുണ്ട്, അതിന് പ്രവൃത്തിയുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. ഞങ്ങളൊക്കെ അതിന്റെ ഗുണഭോക്താക്കളാ. ഓ സ്തോത്രം. ദൈവത്തിന്റെ വചനം ജീവിതത്തിൽ വന്നപ്പോൾ അതിനെ കാന്തം പോലെ കയറി പിടിച്ചു. സ്തോത്രം ഹല്ലേലൂയ. ആ വചനത്തിൽ വിശ്വസിച്ചു. ആ വചനം മാറ്റി, സാഹചര്യങ്ങളെ മാറ്റി, അവസ്ഥകളെ മാറ്റി, പ്രതിസന്ധികളെ മാറ്റി. ഹല്ലേലൂയ. പ്രതിസന്ധി ഒന്നും കണ്ട് ആരും ഭയപ്പെടരുത്. അവൻ പാറയാ. നിനക്ക് പാറയുണ്ടോ? നിനക്കൊരു പാറയുണ്ടോ? ക്രിസ്തു ഉണ്ടോ നിന്റെ ജീവിതത്തിൽ? ഹല്ലേലൂയ. ഓ 18-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. യഹോവയുടെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും. എന്റെ കോട്ട, ശൈലം എന്ന് പറഞ്ഞ പർവ്വതം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. മല. ശൈലവും എന്റെ സങ്കേതവും കോട്ടയും എന്റെ പറയുമേ, വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ. എന്റെ ശൈലമാ, എന്റെ കോട്ടയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ എന്ത് ചെയ്ത്? കഠിന ശോധന പർവ്വതങ്ങൾ, ജീവിത സാഗരേ പോരാട്ടങ്ങൾ, വന്തിരമാല പോൽ അഞ്ഞടിച്ചിടുമ്പോൾ മാറാത്ത നാഥനെ സ്തുതിച്ചിടുന്നേ. ഇതാ പാറ. സ്തോത്രം. നിന്റെ പ്രതിസന്ധികൾ കണ്ടിട്ട്, നിന്റെ പ്രശ്നങ്ങൾ കണ്ടിട്ട്, നിന്റെ ജീവിതത്തെ കുലുക്കുന്ന സംഭവങ്ങൾ കണ്ടിട്ട് ഓടിപ്പോകുന്നവനല്ല ജെസ്സി അലക്സേ. ഹല്ലേലൂയ. ദൈവം ഇറങ്ങി വരുന്നവനാണ്, ദൈവം പ്രവർത്തിക്കുന്നവനാണ്. നീ അവനിൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടോ? നീ അവനിൽ വിശ്വസിക്കുന്നുവോ? ഹല്ലേലൂയ. നീ അത്ഭുതങ്ങളെ കാണാൻ പോകുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നീ അത്ഭുതങ്ങളെ കാണാൻ പോകുകയാ. നിന്റെ മുമ്പിൽ ചില പ്രവർത്തികൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നീ വിശ്വാസത്തോടെ കാലുവൈ, നീ വിശ്വാസത്തോടെ മുന്നോട്ട് പോകും. ഹല്ലേലൂയ. നീ പറയുന്ന ഹല്ലേലൂയ, നിനക്ക് ചുറ്റും നിൽക്കുന്നവർ ഉയർത്തുന്ന ഹല്ലേലൂയ ഒരു തിന്മയും നിന്നെ തൊടുകയില്ല. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിൽ ഹല്ലേലൂയ ആശ്രയിക്കുക. ഇന്ന് പകൽക്കാലം ആ കുടുംബത്തോട് പറയുക, തിന്മ നിന്നെ തൊടുകയില്ല. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. തിന്മ തൊടുകയില്ല, തിന്മ എന്നെ തൊടുകയില്ല. അവൻ എന്റെ ശൈലമാ, അവൻ എന്റെ കോട്ടയാ, അവൻ എന്റെ പർവ്വതമാ, അവൻ എന്റെ കൃപയിൽ നിലനിർത്തിയിരിക്കുകയാ. ഓ പരിശുദ്ധാത്മാവിനാൽ, പരിശുദ്ധാത്മാവ് ചില ഭവനങ്ങളെ ഉടച്ച് വാർക്കുകയാ. ഓ സ്തോത്രം. ചില ഭവനങ്ങളെ ഓ ഹല്ലേലൂയ മാറ്റിമറിക്കുകയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പുതിയ തലങ്ങൾ, പുതിയ ബന്ധങ്ങൾ, പുതിയ ആളുകൾ, പുതിയ സംഭവങ്ങൾ ഒക്കെ എന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. എപ്പോഴാ? ഇപ്പോൾ, റൈറ്റ് നൗ, ഇപ്പോൾ മുതൽ. ഹല്ലേലൂയ. പേർക്ക് വിശ്വാസമുണ്ട്. സ്തോത്രം. ആ ദൈവം ആരാ? ഈ ശൈലമാകുന്ന ദൈവം. അതിന്റെ 25-ാമത്തെയും അതിന്റെ 30-ാമത്തെയും വാക്യം കൂടെ വായിച്ചാട്ട്, 18-ാം അധ്യായത്തിന്റെ 25-ഉം 30-ഉം വാക്യങ്ങളും കൂടെ വായിച്ചാട്ട്. ദയാലുവിനോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ. ഈ ദൈവത്തിന്റെ പ്രത്യേകത എന്താ? ദയാലുവോട് അവൻ ദയാലുവാ. പിന്നെയോ നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ. ഇനി അതിന്റെ 30. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴി തികവുള്ളത്. ദൈവത്തിന്റെ വഴി. ഒന്നുകൂടെ വായിച്ചേ. ദൈവത്തിന്റെ വഴി തികവുള്ളത്, ദൈവത്തിന്റെ വഴി തികവുള്ളത്. യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്. തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയാകുന്നു. ഹല്ലേലൂയ. ചെറിയാൻ കയോട് പറയുക, തന്നെ ശരണമാക്കുന്ന ഏവനും അവൻ പരിചയ. നിന്റെ ദൈവത്തെ മറികടന്ന് ആർക്ക് പോകാൻ പറ്റും? എത്ര പേർ വിശ്വാസത്താൽ ഏറ്റെടുക്കും? സ്തോത്രം. ഉപവാസ പ്രാർത്ഥനയുടെ 11-ാമത്തെ ദിവസം നിങ്ങളുടെ മേൽ ഞാൻ വിശ്വാസത്തെ ഇൻജക്ട് ചെയ്യാനൊന്നും വന്നതല്ല. വിശ്വാസം കൂടാതെ നിങ്ങൾക്ക് ദൈവത്തെ പ്രവർത്തിക്കാൻ ദൈവത്തെ പ്രാപിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഒരു പ്രാഥമികമായ ഗുണം വിശ്വാസം. വിശ്വാസത്തിൽ എത്ര പേർ ഉറയ്ക്കും? എന്റെ ദൈവത്തിലെ അചഞ്ചലമായ വിശ്വാസം, അചഞ്ചലമായ അറിവ്, ദൈവത്തെ കുറിച്ചുള്ള അറിവ്. സ്തോത്രം. ഹല്ലേലൂയ.
ഒരു മനുഷ്യനും നിന്റെ ജീവകാലത്തൊരിക്കലും നിന്റെ നേരെ നിൽക്കുകയില്ല. ഇപ്പോൾ ചില ഹല്ലേലൂയ സ്തോത്രം അവസ്ഥകളിലൂടെ ഒക്കെ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും, അയ്യോ ദൈവം സ്തോത്രം ഉണ്ടോ, ദൈവം എന്നെ അറിയുന്നുണ്ടോ, ദൈവം എന്നോട് കൂടെയുണ്ടോ, ഹല്ലേലൂയ സ്തോത്രം എന്നൊക്കെ തോന്നും. ചെറിയാൻ കെ ഹല്ലേലൂയ സ്തോത്രം. ദൈവം അതിന്റെ 30-ാമത്തെ വാക്യം നിങ്ങൾക്ക് വേണ്ടിയാ പറയുന്നത്. ആ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കാൻ പോകുക. ഹല്ലേലൂയ. ഓ സ്തോത്രം. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരുന്നാട്ടെ. എല്ലാവരെയും ഒന്നും എനിക്ക് കാണത്തില്ല, കാണുന്നവരെയൊക്കെ സ്തോത്രം ഹല്ലേലൂയ കുറച്ചുപേരെയൊക്കെ ഞാൻ നോക്കാം. ഹല്ലേലൂയ. ഓ സ്തോത്രം. ഞാൻ നിങ്ങളോട് ആലോചന പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ മേരിക്കുട്ടി സാമുവേലേ, നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഹല്ലേലൂയ. ഓ സ്തോത്രം. നിന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു അത്ഭുത പാത്രമാക്കി ദൈവം മാറ്റുകയാ, മാറ്റി കഴിഞ്ഞു. ഹല്ലേലൂയ. ഓ സ്തോത്രം. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക, അവൻ അതിനെ നിറയ്ക്കാൻ പോകുകയാ. നിന്റെ വായെ, നിന്റെ പ്രാർത്ഥനകളുടെ മറുപടിയെ അവൻ നിനക്ക് നൽകാൻ പോകുകയാ. ഹല്ലേലൂയ ഹല്ലേലൂയ. വിശ്വസിച്ചാൽ നീ മഹത്വം കാണാൻ പോകുകയാ. ഹല്ലേലൂയ. എവിടെയാ നീ തകർന്നു പോകുന്നത്, എവിടെയാ നീ തളർന്നു പോകുന്നത്, ഇന്ന് എഴുന്നേൽക്കുക, അവൻ നിന്നിലേക്ക് വരുന്നു. ഹല്ലേലൂയ. അവന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നു. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലർ ചില ചെറിയ കാര്യങ്ങളെയൊക്കെ കണ്ടിട്ട് സ്തോത്രം ഹല്ലേലൂയ, അയ്യോ ഞങ്ങൾക്ക് പ്രശ്നമാണ്, അയ്യോ ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, അയ്യോ ഞങ്ങൾക്ക് ഹല്ലേലൂയ മറ്റു ബന്ധനങ്ങളാണ്, അയ്യോ ഞങ്ങൾക്ക് രോഗമാണ്, അയ്യോ ഞങ്ങൾക്ക് സ്തോത്രം. അവരെന്ത് ചെയ്യാണ്? അയ്യം വിളിക്കുകയും ചെയ്യരുത്. നിന്റെ ദൈവം ബലവാനായ ദൈവമാ, വിശ്വസ്തനായ ദൈവമാ. നിന്നോട് ഹല്ലേലൂയ ദൈവ ഉടമ്പടി ചെയ്തിരിക്കുക. എന്താ ദൈവത്തിന്റെ ഉടമ്പടി? കൃപ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു കാര്യം കൂടെ ഉണ്ട്, ഉടമ്പടി എന്ന് കൂടെ ഉണ്ട് അതിനർത്ഥം. ഹല്ലേലൂയ. ഉടമ്പടി. ഹല്ലേലൂയ. ദൈവിക ഉടമ്പടി. അജയ് എന്ന് പറയുന്ന വ്യക്തിയോട് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുക, ദൈവത്തിന്റെ ഉടമ്പടി നിന്നിലുണ്ടോ? ദൈവത്തിന്റെ ഉടമ്പടി നിന്നിലുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ, കൃപ എന്ന് പറഞ്ഞാൽ ആ വാക്കിനൊരു അർത്ഥമുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. അത് ഹീബ്രുവിൽ ഖേൻ എന്ന കൃപ എന്ന വാക്കിന് പറയുന്നത്. സ്തോത്രം ഹല്ലേലൂയ. കൃപയിൽ വന്ന മനുഷ്യനെ പ്രത്യാശയാൽ നിറയ്ക്കുന്നു. എന്താ പ്രത്യാശ? ഹല്ലേലൂയ. കൃപ ഒരു മനുഷ്യനെ വിശ്വാസത്തിലേക്കും, വിശ്വാസം മൂലം യേശു ക്രിസ്തു അവനിൽ വെളിപ്പെടുകയും ഹല്ലേലൂയ അവനെ പ്രത്യാശയിൽ നിറയ്ക്കുകയും ചെയ്യുന്നു. എന്താ ഓ സ്തോത്രം പ്രത്യാശ? പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഒരു മാറ്റവുമില്ലാത്ത ഹല്ലേലൂയ ദൈവത്തിന്റെ ശക്തിയാ. ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തിയാ. നോഹയ്ക്ക് കൃപ ലഭിച്ചു. ഹല്ലേലൂയ. അതൊരു സ്തോത്രം ഹല്ലേലൂയ അതൊരു രക്തചുവപ്പാണ്. ഹല്ലേലൂയ. അതിന് ഹീബ്രുവിൽ നമ്മൾ പോയി പഠിച്ചാൽ അതിന് ആ വാക്യത്തെ നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ ഓ സ്തോത്രം അതിനെ എന്താ തിക്വ എന്ന ഗ്രീക്കില് അല്ല ഹീബ്രുവിൽ അതിന്റെ പേര് അതിന് പറയുന്ന വാക്ക് തിക്വ എന്ന് പറഞ്ഞാൽ ഒരു ചുമപ്പാണ്, ചുവപ്പടയാളം എന്ന. സ്തോത്രം ഹല്ലേലൂയ. ഞാൻ അതിനെ ഒന്ന് വിശദീകരിച്ചു തരാം. ദൈവത്തിന് സ്തോത്രം. ഈ അജയ് എന്ന മനുഷ്യനോടുള്ള ബന്ധത്തിൽ എന്ന സ്തോത്രം ഹല്ലേലൂയ ഓ സ്തോത്രം വ്യക്തിയോടുള്ള ബന്ധത്തിൽ ഞാൻ അതിനെ ഒന്ന് വിശദീകരിക്കാം. എന്ത് പറഞ്ഞു? സ്തോത്രം. നിങ്ങൾക്കറിയാം യോശുവയുടെ പുസ്തകം, 2-ാം അധ്യായത്തിൽ ഹല്ലേലൂയ നമ്മൾ അവിടെ ഒരു കാര്യം കാണുന്നു. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം. ഈ 2-ാം അധ്യായത്തിൽ ഒരു സ്തോത്രം വലിയ കാര്യം കിടപ്പുണ്ട്. എന്താണെന്നറിയാമോ? സ്തോത്രം ഹല്ലേലൂയ ആ 2-ാം അധ്യായത്തിൽ അതിന്റെ 17-ാമത്തെ വാക്യം വരുമ്പോൾ, 18-ാമത്തെ വാക്യം വരുമ്പോൾ അവളോട് രാഹാബ് എന്ന വേശ്യ സ്ത്രീയോട് അവിടെ കടന്നു വന്ന ഒറ്റുകാർ പറഞ്ഞു. എന്താ പറഞ്ഞത്? സ്തോത്രം. അവൾ ഒറ്റുകാരെ എല്ലാം സംരക്ഷിച്ചു. ഓ സ്തോത്രം. അവരെ ഒരു കുഴപ്പവും കൂടാതെ അവരെ തിരികെ അയച്ചു. തിരികെ അയക്കുമ്പോൾ ഹല്ലേലൂയ അവർ പറഞ്ഞൊരു വാക്യം അവിടെ കിടപ്പുണ്ട്. ഓ സ്തോത്രം. അവർ അവളോട് പറഞ്ഞത്, ഞങ്ങൾ ഈ ദേശത്ത് വരുമ്പോൾ, ഞങ്ങൾ മടങ്ങി വരും. അവൾക്കറിയാം ഇവർ ഒറ്റുകാരാ, ഇവർ ഈ രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഈ രാജ്യത്തെ കീഴടക്കാൻ പോവുകയാണെന്ന് രാഹാബിനറിയാം. ഹല്ലേലൂയ. അപ്പോൾ രാഹാബിനോട് അവൾ പറയാ, അതായത് ഒറ്റുകാർ പറയാ, ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങൾ മടങ്ങി വരുമ്പോൾ ഹല്ലേലൂയ ആ അജയ് എന്ന സ്തോത്രം ഹല്ലേലൂയ ആ വ്യക്തി പ്രത്യേകം ശ്രദ്ധിച്ചോണേ. ഞങ്ങൾ മടങ്ങി വരുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ സ്തോത്രം നിന്റെ കയ്യിൽ ഒരു കാര്യം കാണണം. ഹല്ലേലൂയ ഞങ്ങൾ മടങ്ങി വരുമ്പോൾ നിന്റെ കയ്യിൽ ഒരു കാര്യം കാണണം. അവർ അവളോട് പറഞ്ഞത്, ഞങ്ങൾ ഈ ദേശത്ത് വരുമ്പോൾ നീ ഞങ്ങളെ ഇറക്കി വിട്ട ഈ കിളിവാതിൽക്കൽ ഒരു ചുവപ്പ് ചരട് കെട്ടുകയും നിന്റെ ഹല്ലേലൂയ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും പിതൃഭവനത്തെയും ഒക്കെയും നിന്റെ അടുക്കൽ വീട്ടിൽ വരുത്തിക്കൊള്ളുകയും വേണം. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലായോ? ഒന്ന് സ്തോത്രം ചെയ്തേ.
നീ ചുവപ്പ് ചരട് കെട്ടിയേക്കണം. നിന്റെ വീടിന് മുമ്പിൽ ഒരു ചുവപ്പ് ചരട് കെട്ടണം. ഹല്ലേലൂയ, സ്തോത്രം. സ്തോത്രത്തോടെ, പ്രാർത്ഥനയോടെ, ഹല്ലേലൂയ, എന്റെ മുമ്പിൽ വരുന്ന സ്തോത്രം വ്യക്തി ജീവങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് ദൈവാത്മാവ് തരുമ്പോൾ ഞാൻ ലൈവിലൂടെ സ്തോത്രം, നിങ്ങളുടെ ഭവനത്തിലെ രഹസ്യ കാര്യങ്ങളൊന്നും വിളിച്ചു പറയുകയില്ല. അതൊക്കെ സ്തോത്രം പേഴ്സണലായിട്ട് ഞാൻ പറയത്തുള്ളൂ. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നവരോടാ സ്തോത്രം ഞാൻ ആ കാര്യങ്ങൾ പറയുന്നത്. അല്ലെങ്കിൽ സ്തോത്രം ഇവിടെ ലൈവിൽ വന്നിരുന്ന അങ്ങനെ ഇങ്ങനെന്നൊന്നും വിളിച്ചു പറയും. ദൈവാത്മാവ് പ്രേരിപ്പിച്ചാലും അത് എന്റെ ഉള്ളിലേ ഇരിക്കുള്ളൂ. ഞാൻ അതിന്റെ വചനം തരും. അല്ലെങ്കിൽ സ്തോത്രം. പിന്നെ ഫർദറായിട്ട് ഇത് ചെയ്യണമെങ്കിൽ സ്തോത്രം നിങ്ങൾ നേരിട്ട് സംസാരിക്കണം. അപ്പോൾ നിങ്ങളോട് ഞാൻ സംസാരിക്കും. സ്തോത്രം. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സ്തോത്രം ആരും എന്റെ പിന്നാലെ ഒന്നും വരികയൊന്നും വേണ്ട. ഞാൻ അതിനെങ്ങനൊന്നും പോകുന്ന ആളൊന്നുമല്ല. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ കൃത്യമായിരിക്കും പറയുന്നത്, കൃത്യമായിരിക്കും. ദൈവാത്മാവ് പ്രേരിപ്പിക്കാത്ത ഒരു കാര്യവും പറയുകയില്ല. അതുകൊണ്ട് ഓർക്കുക, സ്തോത്രം, നിന്റെ കയ്യിൽ ചുവപ്പ് ചരട് കാണണം, അല്ലെങ്കിൽ നിന്റെ വീടിന്റെ വാതിൽക്കൽ ചുവപ്പ് ചരട് കാണണം. എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. രക്ഷ നിനക്ക് പ്രധാനമാണ്. രക്ഷിക്കപ്പെടണം. ഹല്ലേലൂയ. ഈ രക്ഷയെ കുറിച്ച് പറഞ്ഞാൽ ഇന്നത്തെ സമയമൊക്കെ അങ്ങ് നാളത്തേക്കായി മാറും. ഹല്ലേലൂയ, സ്തോത്രം. ഈ രക്ഷയെ കുറിച്ചൊക്കെ പ്രസംഗിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ആഴത്തിൽ സംസാരിക്കണം, ഒത്തിരി സമയം ആവശ്യമാണ്. നോക്കൂ, സ്തോത്രം. ഇവിടെ ഇവളോട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വരും. ഈ രാജ്യത്തെ തകർത്ത് ഈ രാജ്യത്തെ ഞങ്ങൾ കൈവശമാക്കുവാൻ ഞങ്ങൾ മടങ്ങി വരും. പക്ഷേ നിനക്ക് നിന്റെ വീടിന് നീ ഞങ്ങൾക്ക് സ്തോത്രം പ്രത്യുപകാരം ചെയ്തു, അല്ലെങ്കിൽ നീ ഞങ്ങൾക്ക് ഉപകാരം ചെയ്തു. ഞങ്ങൾ നിനക്ക് പ്രത്യുപകാരം ചെയ്യണം. ആ പ്രത്യുപകാരം ചെയ്യണമെങ്കിൽ എന്ത് വേണം? നിന്റെ വീടിന്റെ മുമ്പിൽ ചുവപ്പ് ചരട് അടയാളം വേണം. രക്ഷയുടെ അടയാളം നിന്റെ മേൽ വരണം. ഇല്ലെങ്കിൽ സംഹാരകൻ വരുമ്പോൾ ഹല്ലേലൂയ നിനക്ക് നിൽക്കാൻ കഴിയത്തില്ല. സ്തോത്രം. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി വ്യക്തിപരമായി സ്വീകരിച്ച് ഹല്ലേലൂയ ആത്മബന്ധത്തിലാകാത്തൊരു മനുഷ്യന് ദൈവത്തിന്റെ കൃപയെ സ്വീകരിപ്പാൻ കഴിയുകയില്ല. അങ്ങനെ സ്വീകരിച്ചെങ്കിലോ, ഈ രക്തം ഉടമ്പടിയിൽ വന്നെങ്കിലോ, ചെറിയാൻ സൈമൺ എന്ന സ്തോത്രം ദൈവഭൃത്യനോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ഉടമ്പടിയുടെ അല്ലെങ്കിൽ ഈ ചുവപ്പടയാളത്തിന്റെ പ്രത്യേകത എന്ത്? മീഖായുടെ പ്രവചനം അതിന്റെ സ്തോത്രം 7-ാം അധ്യായം ഹല്ലേലൂയ വരുമ്പോൾ സ്തോത്രം അവിടെ ഒരു വാക്യം കിടപ്പുണ്ട്. മീഖായുടെ പ്രവചനം, മീഖാ പ്രവചനം അതിന്റെ സ്തോത്രം 7-ാം അധ്യായം ഹല്ലേലൂയ. മീഖാ പ്രവചനം അതിന്റെ സ്തോത്രം ഹല്ലേലൂയ 7-ാം അധ്യായത്തിൽ വരുമ്പോൾ ഹല്ലേലൂയ അതിന്റെ 15-ാമത്തെ വാക്യം സ്തോത്രം പ്രത്യേകമായിട്ട് ചെറിയാൻ സൈമൺ എന്ന് പറയുന്ന വ്യക്തിയോട്, അതുപോലെ അജയ് എന്ന വ്യക്തിയോട് പറയുക, സ്തോത്രം, നിനക്ക് രക്ഷ ആവശ്യമാണ്. എന്താ സ്തോത്രം? ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു, നീ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ട കാലത്തെന്ന പോലെ ഞാൻ അവനെ അത്ഭുതങ്ങൾ കാണിക്കും. ഹല്ലേലൂയ. സ്തോത്രം. നീ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ട നാളിൽ എന്നതുപോലെ ഹല്ലേലൂയ നിന്നെ അത്ഭുതങ്ങൾ കാണിക്കും. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ പ്രായമൊക്കെ കഴിഞ്ഞു, എന്റെ സമയമൊക്കെ കഴിഞ്ഞു, എന്റെ അവസ്ഥയൊക്കെ മാറി എന്ന് ചിന്തിക്കുന്നവരെ ഇന്ന് ഓർത്തുകൊള്ളുക, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ദൈവത്തിന്റെ വചനം നിന്റെ മേൽ വന്നാൽ, ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ ഇറങ്ങി വന്നാൽ നിന്നെ തകർക്കാൻ സ്തോത്രം അല്ലെങ്കിൽ നിന്റെ നേരെ ഒരു പ്രതിസന്ധികൾക്ക് നിൽക്കാൻ കഴിയില്ല. പ്രതിസന്ധിയൊക്കെ വരും. ഹല്ലേലൂയ. ആ പ്രതിസന്ധി നിന്നെ പുറത്തു കൊണ്ടുവരുന്ന പ്രതിസന്ധി ആയിരിക്കും. ആ പ്രതിസന്ധികൾ നിന്നെ ഉയർത്തി വയ്ക്കുന്ന പ്രതിസന്ധി ആയിരിക്കും. അത് നീ ദൈവത്തിന്റെ പുത്രനെന്ന് വെളിപ്പെടുത്തുന്ന ഹല്ലേലൂയ കാര്യമായിരിക്കും. പക്ഷെ അവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണ് സ്തോത്രം? നോക്കൂ. ഹല്ലേലൂയ. ജാതികൾ അത്ഭുതങ്ങൾ കാണിക്കും. ജാതികൾ കണ്ടിട്ട് തങ്ങളുടെ സകല വീര്യത്തിലും ലജ്ജിക്കും. അവർ സ്തോത്രം നിന്റെ മേൽ അവർ സ്തോത്രം വായ്മേൽ കൈ വയ്ക്കുകയും ചെകിടരായി തീരുകയും ചെയ്യും. നിനക്ക് ചുറ്റും നിൽക്കുന്ന ജാതികൾ ചെവി കേൾക്കാൻ കഴിയാത്ത ചെകിടരായി മാറുന്ന അളവിൽ ദൈവം തന്റെ അത്ഭുതങ്ങൾ കാണിക്കും. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട നാളിൽ എന്ന പോലെ. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ സംഭവിച്ചത് മറ്റൊന്നുമല്ല പ്രിയമുള്ളവരെ. അവിടെ സംഭവിച്ചത് എന്താ? ഒരു രക്ത ഉടമ്പടി ഉണ്ടായിരുന്നു. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ കട്ടണമേലും കുറുമ്പടിമേലും സ്തോത്രം ഹല്ലേലൂയ കുഞ്ഞാടിന്റെ രക്തം പുരട്ടി ദൈവത്തോട് ഉടമ്പടി ചെയ്ത് ഹല്ലേലൂയ
അത്ഭുതകരമായ രക്ഷയിലേക്ക് ഹല്ലേലൂയ കടന്നു വന്ന ദൈവത്തിന്റെ ജനം, അവർ അത്ഭുതങ്ങൾ കണ്ടു. ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തു തന്റെ കൃപയാൽ നിന്നെ അവനോട് ചേർത്ത് ബന്ധിച്ചിരിക്കുന്നെങ്കിൽ നീ തകർന്നു പോകാനല്ല. ഹല്ലേലൂയ. ഓ സ്തോത്രം. ഹല്ലേലൂയ. നീ ഇല്ലാതായി പോകാനല്ല, നഷ്ടപ്പെടാനല്ല. ഓ സ്തോത്രം. നിന്റെ തലമുറയുടെ മേൽ ഇന്ന് ദൈവം അനുഗ്രഹത്തെ വയ്ക്കുകയാ. ഓ സ്തോത്രം. നിന്റെ മക്കളുടെ മേൽ, ഹല്ലേലൂയ, നിന്റെ തലമുറയുടെ മേൽ നിന്റെ സ്തോത്രം ദൈവം തന്നെ അത്ഭുതത്തെ ചെയ്യുകയാ. ഹല്ലേലൂയ. ജാതികൾ കണ്ടു വായി പൊത്തുന്ന ബലത്തിൽ ഹല്ലേലൂയ നിന്റെ മേൽ ദൈവത്തിന്റെ കൃപ ഇറങ്ങി വരിക. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ. ചുമ്മാതെ വരില്ല. നീ അവന്റെ രക്ഷയിൽ ഉല്ലസിക്കുക, നീ അവന്റെ രക്ത ഉടമ്പടിയിൽ വിശ്വസിക്കുക, അവന്റെ രക്ത ഉടമ്പടി. ഹല്ലേലൂയ. ഓ സ്തോത്രം. അവിടെ ഞാൻ ഒരു വാക്യം കൂടെ രക്ത ഉടമ്പടിയിൽ വരാം. ദൈവത്തിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ രക്ത ഉടമ്പടിയിൽ വന്നവർ. ഹല്ലേലൂയ. സ്തോത്രം. ആ സെക്കറിയ പ്രവചനം, നമ്മൾ ഇപ്പോൾ വായിച്ചത് മീഖാ പ്രവചനത്തിൽ നിന്ന്. സെക്കറിയ പ്രവചനം അതിന്റെ 9-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 11-ാമത്തെ വാക്യം കൂടെ നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, നീയോ നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കും. സ്തോത്രം. നീ കിടക്കുന്ന ഹല്ലേലൂയ എന്റെ രക്ത ഉടമ്പടി മുഖാന്തരമായി എത്ര പേർ ദൈവത്തിന്റെ ആത്മാവിൽ ആനന്ദിക്കും? എത്ര പേർ ആൻസി തോമസ്, ഹല്ലേലൂയ, ഓ സ്തോത്രം, എത്ര പേർ ദൈവത്തിന് ആനന്ദിക്കും? രക്ത ഉടമ്പടി, അവനോടുള്ള രക്ത ഉടമ്പടി. യേശു ക്രിസ്തുവിന്റെ രക്തം നിന്നെ ഹല്ലേലൂയ വീണ്ടെടുത്തെങ്കിൽ ആ രക്ത ഉടമ്പടി മൂലം നീ അത്ഭുതങ്ങൾ കാണാൻ പോകുക. ഓ സ്തോത്രം. കാണുന്നതെല്ലാം അത്ഭുതമാ ദൈവത്തിന്റെ ജനത്തിന്. ഓ സ്തോത്രം. ഹല്ലേലൂയ. ഗ്രേസി എബ്രഹാം, ഹല്ലേലൂയ, അവരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് പറയുക, രക്ത ഉടമ്പടിയിലാ നീ നിൽക്കുന്നതെങ്കിൽ ഓർക്കുക, നിനക്ക് ഭയപ്പെടുവാൻ ഒന്നുമില്ല, നിനക്ക് ഭാരപ്പെടുവാൻ ഒന്നുമില്ല. നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അത്ഭുതാത്മകമായ കാര്യങ്ങളാ. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നു. ആ ദൈവത്തിന്റെ പ്രത്യേകതകൾ എന്താ? അവിടുന്ന് തന്റെ രക്ത ഉടമ്പടിയിൽ പ്രവർത്തിക്കുന്നവനാ. എന്താ രക്ത ഉടമ്പടി? ആ രക്ത ഉടമ്പടിയിൽ നോക്കൂ, സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ സെഖര്യാ പറയാ, നീയോ നിന്റെ നിയമരക്തം ഹേതുവായി നിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നിയമരക്തം. എന്താ നിയമരക്തം? ഹല്ലേലൂയ. അത് സ്തോത്രം, അത് വിശദീകരിച്ചാൽ ഈ സമയം മുഴുവൻ പോകും. അതുകൊണ്ട് ഞാൻ ഉപായത്തിൽ പറഞ്ഞു മടങ്ങി വരാം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. രക്ത ഉടമ്പടി എന്താ? മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ഓ കൃപ പ്രത്യാശയിലേക്ക് നമ്മെ കൊണ്ടുവന്നു. ആ പ്രത്യാശ എന്താ? അവന്റെ രക്ത ഉടമ്പടിയാ. ആ രക്ത ഉടമ്പടി വിശ്വാസത്താൽ നാം അവനോട് ബന്ധിപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നാം നിൽക്കുന്ന കൃപയിലേക്ക് അവൻ നമ്മെ കൊണ്ടുവന്നു. അവൻ നമ്മെ കൈവിടുന്ന ദൈവമല്ല, വഴിയിൽ കളഞ്ഞിട്ട് പോകുന്ന ദൈവമല്ല, നമ്മോട് സംവദിക്കുന്ന ദൈവമാ, നമ്മോട് സംസാരിക്കുന്ന ദൈവമാ, നമ്മെ സ്തോത്രം മാറ്റിയെടുക്കുന്ന ദൈവമാ. ആ ദൈവത്തിന് വലിയ പ്രവൃത്തിയുണ്ട്. വായിക്കാം. സ്തോത്രം. മത്തായി സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി പുതിയ നിയമത്തിലുള്ള പാപമോചനത്തിനായി, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം. ഇത് സ്തോത്രം. അനേകരുടെ പാപമോചനത്തിന് വേണ്ടി ചൊരിയുന്ന പുതിയ നിയമത്തിൽ എന്റെ രക്തം. ഹല്ലേലൂയ. പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട ജനം, വേർതിരിക്കപ്പെട്ട ജനം, സെപ്പറേറ്റഡ് പീപ്പിൾ. ചുമ്മാ ദൈവത്തെ അന്വേഷിച്ച് ദൈവം എന്ന് പറഞ്ഞു പോകുന്നവരല്ല, അവന്റെ രക്ത ഉടമ്പടിയിൽ നിൽക്കുന്നവർ. അവരെയാ ദൈവം വിടുവിക്കുന്നത്. ഹല്ലേലൂയ. എത്ര പേർ രക്ത ഉടമ്പടിയിലുണ്ട്? ഇന്ന് പറയാം, യേശു ക്രിസ്തുവിന്റെ രക്തം എന്റെ സകല പ്രശ്നങ്ങളെയും മാറ്റി. ഹല്ലേലൂയ. എന്റെ സകല പാപത്തെയും പോക്കി. ഹല്ലേലൂയ. എന്നെ ദൈവത്തോട് നിരപ്പിക്കുന്ന പുണ്യാഹ രക്തമാ. ആ രക്തത്താൽ ഞാൻ നിരപ്പ് പ്രാപിച്ചെങ്കിൽ എന്റെ മേൽ വരുന്നത് കോപമല്ല, എന്റെ മേൽ കൃപയാ വരുന്നത്, എന്റെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നത്, എന്റെ മേൽ അത്ഭുതമാ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവനാ. അജയ് സ്തോത്രം എന്ന ഹല്ലേലൂയ സ്തോത്രം. അച്ഛന് പറയാൻ പറ്റുമോ? എന്നെ യേശു തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു. ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാ. ഞാൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മകനാ. ചെറിയാൻ സൈമൺ അവർ പറയാൻ കഴിയുമോ? ആൻസി തോമസ് പറയാൻ കഴിയുമോ? എന്നെ
അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ. വായ തുറന്ന് പറ, ചുമ്മാ സംസാരിക്കുകയല്ല, അവിടെ ഇരുന്നോണ്ട് വായ തുറന്ന് പറ, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ, ഹല്ലേലൂയ, സകല പാപവും പോക്കുന്ന പുണ്യാക രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാ, ഞാൻ രക്ഷിക്കപ്പെട്ടവനാ, ഞാൻ കർത്താവിനെ അറിയുന്നവനാ. എന്റെ ദൈവം മഹാദൈവമാ, അവിടത്തേക്ക് അസാധ്യമായ ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. എത്ര പേർ ദൈവത്തെ സ്തുതിക്കും, എത്ര പേർ ദൈവത്തെ സ്തുതിക്കും, എത്ര പേർ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കും. ഇരിക്കുന്ന മുറിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവരുടെ മേലും ഈ സ്തോത്രം സൂമിലുള്ള എല്ലാ കുടുംബങ്ങളുടെ മേലും യേശുവിന്റെ നാമത്തിൽ അത്ഭുതാവകമായ ദൈവകൃപ ഇറങ്ങി വരികയാ. അത് നിന്നെ മാറ്റുന്ന, അത് നിന്നെ ഇല്ല, ഹല്ലേലൂയ, സ്തോത്രം, നഷ്ടപ്പെടുത്താനല്ല, അത് നിന്നെ ഹല്ലേലൂയ ചലിപ്പിക്കുന്ന, അത് നിന്നെ ജീവിപ്പിക്കുന്ന, അത് നിന്നെ ഹല്ലേലൂയ പ്രവർത്തിപ്പിക്കുന്ന, ഹല്ലേലൂയ അത്ഭുതാവകമായ ദൈവശക്തി ഇറങ്ങി വരികയാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? അപ്പോൾ രക്ത ഉടമ്പടി, അതിനെ ഹീബ്രുവിൽ പറയുന്നത് ബദാംബരീത്തേക്ക് എന്നാണ്. ബദാംബരീത്തേക്ക്, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞു, സ്തോത്രം, പ്രത്യാശയിലേക്ക് നമ്മെ കൊണ്ടുവന്നു. ഒന്ന്, ഹല്ലേലൂയ, കൃപ നമ്മെ വിശ്വാസത്തിലേക്ക് നടത്തി, വിശ്വാസം നമ്മെ പ്രത്യാശയിലേക്ക് കൊണ്ടുവന്നു. തിക്വ എന്ന അതിന്റെ പേര്. അന്ന് എന്ന് പറഞ്ഞാൽ ചുവപ്പ് ചരട്, അല്ലെങ്കിൽ സ്തോത്രം, ആ ചുവന്ന അടയാളം എന്ന. ഹല്ലേലൂയ, ആ ചുവന്ന അടയാളം കാണിക്കുന്ന എന്താ? രാഹാബ് പറഞ്ഞു, രാഹാബിനോട് പറഞ്ഞു, നിന്നെ രക്ഷിക്കണമെങ്കിൽ നിന്റെ വീടിന്റെ മുമ്പിൽ എന്ത് ചെയ്യണം? ചുവപ്പടയാളം വേണം. ഹല്ലേലൂയ. ഇവിടെ സെക്കരിയാവ് പറയാ, രക്ത ഉടമ്പടി. ഹല്ലേലൂയ, സ്തോത്രം. ആ എന്നോട് നിയമത്തിന്റെ ഉടമ്പടി ചെയ്ത രക്ഷിക്കപ്പെട്ട ദൈവജനം, അവർക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരും. എങ്ങനെ ഇറങ്ങി? മിസ്രൈമിൽ നീ പുറപ്പെട്ട നാളിൽ എന്നതുപോലെ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ നീ കാണും. നിനക്ക് ചുറ്റുമുള്ള ജാതികൾ നിന്റെ അത്ഭുതങ്ങൾ, നിന്റെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട്, സ്തോത്രം, ഇന്നു മുതൽ ചില കുടുംബങ്ങളെ മാറ്റിമറിക്കാൻ പോകുക ദൈവത്തിന്റെ ആത്മാവ്. അങ്ങനെയാ പറയുന്നേ. ഹല്ലേലൂയ. ചിലവരെ ശുശ്രൂഷയുടെ ഉന്നത തലത്തിലേക്ക് ദൈവം എടുത്ത് ഉയർത്താൻ പോകുക, ചിലരെ കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ പോകുക. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്നവർ, ഹല്ലേലൂയ, സ്തോത്രം, എന്നോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക. സ്തുതി സ്തോത്രങ്ങളാൽ നിറയട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരികയാ. നീ അത്ഭുതങ്ങൾ കാണാൻ പോകുക. ദൈവം നിന്നെ ശക്തീകരിക്കാൻ പോകുക. ഇത് വെറുതെ പറയുന്നതല്ല, എന്റെ വായിൽ നിന്ന് കുറെ അനുഗ്രഹ വാക്ക് പറയുന്നതല്ല. ദൈവ വചനത്താൽ അവനോട് രക്ത ഉടമ്പടി ചെയ്ത അവന്റെ ജനത്തെ, ഹല്ലേലൂയ, പ്രത്യാശയുടെ, ഹല്ലേലൂയ, ചെങ്ങലയാൽ ബന്ധിച്ച്, ഹല്ലേലൂയ, ചുവപ്പ് ചരട്, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, നിന്നെ രക്ഷിക്കാൻ കൽപ്പിക്കുന്ന ദൈവത്തിന്റെ കൃപ നിന്നിൽ ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. എത്ര പേർ സ്തോത്രം. ഈ 11-ാം ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇത് ആർക്കും മാറ്റാൻ കഴിയത്തില്ല. ഇത് ഒരു മനുഷ്യനും മാറ്റാൻ കഴിയത്തില്ല. ഈ വചനം നിങ്ങളുടെ ഉള്ളത്തിൽ പിടിക്കണം. അല്ലെങ്കിൽ ഈ വചനം സ്വീകരിക്കണം. അല്ലെങ്കിൽ പറയുന്നത് ആരോ ആകട്ടെ, ആരോ പറയട്ടെ, ആരോ ഇത് ചെയ്യട്ടെ, സ്തോത്രം. പക്ഷെ നിന്റെ ഹൃദയം ഇത് എന്ത് ചെയ്യണം എന്നറിയാമോ? പിടിച്ചെടുക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നീ വിശ്വസിക്കണം. ദൈവത്തിന്റെ അത്ഭുതം നീ കാണാൻ പോകുക. ഹല്ലേലൂയ. സ്തോത്രം. ഞാനെന്ന മനുഷ്യൻ, ഹല്ലേലൂയ, ഒരു സുപ്രഭാതത്തിൽ, സ്തോത്രം, ഹല്ലേലൂയ, ഇങ്ങ് വന്നുപിടിയിരുന്ന് പ്രസംഗിക്കുകയല്ല. ദൈവം അനുഭവങ്ങളുടെ തീച്ചൂളയിലൂടെ, ദൈവം, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ എന്ന മനുഷ്യനെ ദൈവം എങ്ങനെയൊക്കെ ഒരുക്കിയെടുത്തുവെന്ന് എനിക്ക് ഈ സ്തോത്രം സൂമിൽ പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ല. ദൈവത്തിന് കുറച്ചൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടവർക്കായി സ്തോത്രം. കേൾക്കാത്തവർ, ഹല്ലേലൂയ, എന്നോട് ക്ഷമിക്കാന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. കുറച്ചൊക്കെ അല്പാൽപമായിട്ട് എന്റെ ജീവിതത്തിൽ ദൈവം നടത്തിയത് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിപ്പാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ചെന്നൈ പട്ടണത്തിൽ കർത്താവിന്റെ വേലയ്ക്കായി ഞാൻ വരുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ എന്റെ കൊച്ചുമുറിയിലിരുന്ന് ഒരു കുഞ്ഞു റൂമാ ഞങ്ങൾക്ക് ദൈവം തന്നത്. സ്തോത്രം. ആരുടെയോ ഔദാര്യത്തിൽ 60 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള, കൃത്യം 60 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഒരു കൊച്ചുമുറിയില്, സ്തോത്രം, കൈ ഒത്തിയ തൊടാൻ കഴിയുന്ന മേൽക്കൂരയുള്ള, ഓടിട്ട മേൽക്കൂരയുള്ള, ചെന്നൈയിലെ 40, 42, 45 ഡിഗ്രി ചൂടിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു ഫാൻ ഉണ്ട് അതിനകത്ത്. അത് ഇങ്ങനെയാണ് കറങ്ങുന്നത്. വേണമെങ്കിൽ ഞാൻ കറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഫാൻ കറങ്ങുന്നത്. അതിനകത്തിരിക്കുമ്പോൾ, ആ ചൂടിലെ മുറിയിലിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, എന്തിനാണ് എന്നെ ഇങ്ങനെ കൊണ്ടുവന്നത്? എന്തിനാണ് എന്നെ വിളിച്ചത്? എന്തിനാണ് ഞാൻ വന്നത്? സ്തോത്രം. ഞാൻ ഇവിടെ ഇരിക്കുക. ഈ പട്ടണം ഭയങ്കര, ചെന്നൈയുടെ ഒത്ത ഹൃദയഭാഗത്താ. ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം അകലമുള്ള, അല്ലെങ്കിൽ അമിഞ്ചകരൈ എന്ന് പറയുന്ന, സ്തോത്രം, അമിഞ്ചിക്കരൈ എന്ന് പറയുന്ന സ്തോത്രം, ഒരു വലിയ മാർക്കറ്റ് പ്ലേസ്. അതിൽ ഒരു കൂവമാറിന്റെ കരയിൽ,
ഹല്ലേലൂയ, അതിദാരുണമായ, മനുഷ്യന് പറയുന്ന രീതിയിൽ അതിദാരുണമായ സ്തോത്ര സാഹചര്യങ്ങളിൽ ഞാൻ ആയിരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഇതെനിക്ക് നിർജ്ജന പ്രദേശമാണ്, എന്നെ സഹായിപ്പാൻ സ്തോത്രം ഹല്ലേലൂയ ഒരു മനുഷ്യൻ പോലുമില്ല. ഞാൻ എന്തിനാണ് സ്തോത്രം, വലിയ ബിസിനസ്സുകാരനായിരുന്ന ഞാൻ, ലക്ഷങ്ങൾ ഇട്ട് അമ്മാനമാടിയ ബിസിനസ്സുകാരനായിരുന്ന ഞാൻ, എല്ലാം തകർന്ന് തരിപ്പളമായി. ഹല്ലേലൂയ, കേരളത്തിൽ നിന്ന് ഒരാഴ്ചത്തേക്ക് ചെന്നൈ പട്ടണത്തിൽ സ്തോത്രം ഹല്ലേലൂയ ദൈവപ്രവൃത്തിക്കായിട്ട് പോയതാ. സ്തോത്രം ഹല്ലേലൂയ, ദൈവപ്രവൃത്തിക്കായിട്ടല്ല, ദൈവം പ്രേരിപ്പിച്ചിട്ട് ഒരാഴ്ച ഒരു വിശ്രമത്തിന് വേണ്ടി പോയതാ. എല്ലാറ്റിൽ നിന്നും ഒരു രക്ഷ. അവിടെ ചെന്നപ്പോൾ അവിടെ ഉപവാസവും പ്രാർത്ഥനയും, സ്തോത്രം, ആളുകൾ വരുന്നു പോകുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട മനുഷ്യനാ, സ്തോത്രം, എന്റെ കുടുംബം രക്ഷിക്കപ്പെട്ടവരാ, ഹല്ലേലൂയ, അത്രേ ഉള്ളൂ. പക്ഷേ ആ പ്രാർത്ഥനകളിൽ ഇരുന്നപ്പോൾ ദൈവം എന്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യാൻ തുടങ്ങി. ഞാൻ കർത്താവിന്റെ വേലയ്ക്കായി എന്നെ സമർപ്പിച്ചു. അവിടെ സ്തോത്രം എന്റെ സഹോദരിയും കുടുംബം ഉള്ളത്. അവിടെ പാർക്കാൻ കഴിയില്ല, കാരണം അവരും വാടകയ്ക്കാണ് താമസിക്കുന്നത്. അവിടെ ഇത്ര നിശ്ചിത, ചെന്നൈ പട്ടണത്തിലൊക്കെ വന്നവർക്കറിയാം, നിശ്ചിത ആളുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ അവിടെ താമസിപ്പിക്കത്തൊന്നുമില്ല. അല്ലെങ്കിൽ കാരണം അവിടെ വെള്ളം പ്രശ്നമാ, ഡ്രൈനേജ്, മറ്റു കാര്യങ്ങൾ, ബാത്റൂം പ്രശ്നമാ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അവർ എത്ര പേരുണ്ടെന്ന് ആദ്യം തന്നെ ചോദിക്കും. അതിലധികമായി കഴിഞ്ഞാൽ പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നമാണ്. അങ്ങനെ അവിടെ നിന്ന് ഒരു ആരോ എടുത്തു തന്ന ഒരു ചെറിയ മുറിയിലേക്ക്, നിങ്ങൾ വിചാരിക്കും അതിനല്ല, അന്ന് 1200 രൂപ ഈ 60 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിന് സ്തോത്രം 2007 സ്തോത്രം വാടക ആരോ കൊടുത്ത് ഞങ്ങൾക്ക് ആ വീട് കിട്ടി. അവിടേക്ക് ഞങ്ങൾ പോയി. സ്തോത്രം ഹല്ലേലൂയ, അവിടെ ജീവിതം ആരംഭിക്കുക. ഇന്നലെ വരെയുള്ള ജീവിതം വേറൊന്ന്, അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തെ ജീവിതം വേറൊന്ന്, ഈ മാസത്തെ ജീവിതം മറ്റൊന്ന്. സ്തോത്രം, ആഹാരം കഴിപ്പാനില്ല. സ്തോത്രം, ഒരു സഹോദരൻ എനിക്ക് ദയ തോന്നിയിട്ട് റേഷൻ കടയിൽ പോയിട്ട് 20 കിലോ അരി വാങ്ങിച്ച് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് തരും. ആഴ്ചയിൽ ഒരു ദിവസം 20 രൂപയും തരും. സ്തോത്രം, ഇതാണ് ഞങ്ങളുടെ വരുമാനം. ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിന്റെ വേലയ്ക്കായി ഇറങ്ങി തിരിച്ചതാ. സ്തോത്രം, രാവിലെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർത്തു. 2ലും 6ലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അവര് രാവിലെ സ്തോത്രം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ സ്തോത്രം ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ കഴിയില്ല. കാരണം ഈ റൂമിനകത്ത് തീയാണ്. തീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയെന്ന് മനസ്സിലാവുന്ന എനിക്കറിയില്ല. സ്തോത്രം, നിങ്ങൾ തീക്കകത്തിരുന്നാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ 8 മണി കഴിഞ്ഞാൽ നേരെ സൂര്യൻ നേരെ വരും. മാത്രമല്ല ആഹാരം കഴിക്കാൻ പറ്റില്ല. ആഹാരം കഴിക്കാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഛർദ്ദിക്കാൻ വരും. കാരണം ഈ റൂമിനോട് ചേർന്നൊഴുകുന്നത് ചെന്നൈ പട്ടണത്തിലെ കൂവമാറാണ്. കൂവമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ സകല മാലിന്യങ്ങളും ഒഴുകുന്ന, ചത്ത ശവശരീരങ്ങൾ ഒഴുകുന്ന, ഹല്ലേലൂയ, ഇന്നും അങ്ങനെ തന്നെയാ ആ കൂവം ആറ്. സ്തോത്രം, അത് കണ്ടിട്ടുള്ളവർ അതുവഴി പോകത്തില്ല. അതിന്റെ വെള്ളം ഇതാണെങ്കിൽ അതിന്റെ ഇപ്പുറത്ത് ഒരു ചെറിയ മതിൽ കൊണ്ട് വേർതിരിച്ചിരിക്കുന്നതിടെ ഈച്ചകളും കൊതുകുകളും കൂമ്പാരമായി വന്നിരിക്കുന്ന അവസ്ഥയിൽ, ദുസ്സഹമായ അവസ്ഥയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ജീവിതം ആരംഭിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇത് സ്തോത്രം നിർജ്ജന പ്രദേശമാണ്, എനിക്കിത് മരുഭൂമി, ഇവിടെ ആരുമില്ല, ഞാൻ എന്ത് ചെയ്യും, എനിക്കൊന്നും പരിചയമില്ല. സ്തോത്രം, ഞാനും എന്റെ ഭാര്യയും ഈ റേഷനരി കൊണ്ട് കഞ്ഞി വെച്ച കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിട്ടതിന്റെ ബാക്കി പാത്രങ്ങളിൽ എടുത്തിട്ട് അടുത്തൊരു പാർക്കുണ്ട്. ഈ പാർക്കിൽ പോവും. ചൂട് താങ്ങാൻ കഴിയാതെ ഞങ്ങൾ ഓടും. ഹല്ലേലൂയ, ഞങ്ങൾ 2 പേരും കൂടെ പോയി. സ്തോത്രം, ഈ പാർക്ക് എന്ന് അടഞ്ഞു കിടക്കുക. ഇന്നവിടെ വലിയ മെട്രോ സ്റ്റേഷനാണ്, തിരുവിക പാർക്ക് എന്ന് പറയും. അമിഞ്ചകരി നിങ്ങൾക്ക് അറിയുന്നവരുണ്ടാകും. സ്തോത്രം ഹല്ലേലൂയ, അമിഞ്ചകരി തിരുവിക പാർക്ക് വലിയ പാർക്കാണ്. ആ പാർക്ക് അടച്ചിട്ടിരിക്കുന്നു. അതിന് ഒരു സൈഡ് മതിൽ പൊളിഞ്ഞു കിടപ്പുണ്ട്. മതിൽ ചാടി ഞങ്ങൾ അകത്ത് കിടക്കും. അകത്ത് കിടന്നാൽ ഇഷ്ടം പോലെ വൃക്ഷങ്ങളുണ്ട്. ആ വൃക്ഷങ്ങളുടെ ചുറ്റും ഇങ്ങനെ സ്തോത്രം തറ കെട്ടിയിട്ടുണ്ട്. അതിന്റെ തിട്ടയിൽ കയറി രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരിക്കും. ഈ ഭക്ഷണം കഴിക്കും. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പഠിച്ചു. അവിടെ ഇരുന്ന് സ്തോത്രം ദൈവത്തെ മഹത്വപ്പെടുത്താൻ പഠിച്ചു. സ്തോത്രം, ദൈവം അവിടെ മുതൽ ചെയ്യുവാൻ തുടങ്ങിയ കാര്യങ്ങൾ ഓർത്താൽ, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾക്കൊരു പക്ഷേ അതുമായിട്ടൊന്നും സ്തോത്രം പൊരുത്തപ്പെടാൻ കഴിയില്ല. ദൈവം ചിലരെ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഒരു ചെറിയ കഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കേട്ടിട്ട് ഞങ്ങൾക്ക്, ഹല്ലേലൂയ, സ്തോത്രം, കണ്ണുനീര് വരത്തില്ല. കാരണം എന്താണെന്നറിയാമോ, അതിനേക്കാൾ ഭയങ്കരമായ ദുസ്സഹമായ പ്രതിസന്ധികളിലൂടെ പോയവരാണ് ഞങ്ങൾ. അവിടുന്നെല്ലാം ഞങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ദൈവം, ജീവനുള്ള ദൈവം ജീവിക്കുകയാ. ഹല്ലേലൂയ. ഈ സ്തോത്രം എപ്പോഴും ഞാൻ ദൈവത്തോട് പറയും, ഇത് ഹല്ലേലൂയ, സ്തോത്രം, കർത്താവേ, എനിക്ക് നിർജ്ജന പ്രദേശമാണ്, ആരുമില്ല, എങ്ങനെയാ ദൈവം പ്രവർത്തിക്കും? സ്തോത്രം, ഹല്ലേലൂയ. അവിടെ രാത്രിയായാലും ഉറങ്ങാൻ കഴിയില്ല, കൊതുക. ഞങ്ങൾ കുഞ്ഞുങ്ങൾ സ്കൂള് വിട്ട് പാർക്കിലേക്ക് വരും. അനേക മാസങ്ങൾ അവിടെ നിന്ന് ഞങ്ങള് സ്തോത്രം ഒരുമിച്ച് ഞങ്ങൾ തിരിച്ച് 8 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലേക്ക് പോകും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ
പിന്നീട് ഉറങ്ങാൻ കഴിയില്ല. ഭാര്യ എന്തേലും ഭക്ഷണം ഉണ്ടാക്കും, സ്തോത്രം, അത് കഴിക്കാൻ പറ്റത്തില്ല. ആദ്യ കാലങ്ങളിൽ ഭയങ്കര ദുസ്സഹമാ. പിന്നീട് അത് യൂസ്ഡ് ആയി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഒരു കൊതുക് വലയുടെ ഒരു ഭാഗം, ഒരു പാർട്ടേ ഉള്ളൂ, സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം, ഞങ്ങളെ പൊതിഞ്ഞു വെച്ചിട്ട് ഭാര്യ കൊതുകടി കൊണ്ട് രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കും. അവൾ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ അവളുടെ ശരീരമെല്ലാം ചൊറിഞ്ഞ് വ്രണമായി, അവളൊരു പരുവായി. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കുക, സ്തോത്രം. അതുകൊണ്ട് നീ എന്ത് ചെയ്യുക, നീ ഇവിടെ കിടന്ന് നീ ഇതിനകത്ത് കിടന്ന് ഉറങ്ങിക്കും. അങ്ങനെ കൊതുകല പൊതിഞ്ഞ് ഇവരെ 3 പേരെയും ഉള്ള ഏക കട്ടിലിൽ, സ്തോത്രം, ഒരു ആടിയ കട്ടിലിൽ, വേറെ ആളിന്റെ സാധനങ്ങൾ അതൊക്കെ, സ്തോത്രം, അതിൽ അവരെ കിടത്തിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് കൊതുകടി കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ പ്രാർത്ഥനയുടെ ശബ്ദം അടുത്ത മുറിയിൽ വീണു. സ്തോത്രം. അവിടെ ഒരു സ്ത്രീ ഉണ്ട്. അവിടെ ഹൃദയത്തിലോട്ട് കയറി ഈ പ്രാർത്ഥന. അവൾ എല്ലായിടത്തും ചെന്ന് പറഞ്ഞു, സ്തോത്രം, ഇവിടെ ഒരു ദൈവദാസൻ താമസിക്കുന്നുണ്ട്, ഹല്ലേലൂയ, അദ്ദേഹം ഭയങ്കര പ്രാർത്ഥനക്കാരനാ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം ഒരു നിമിഷത്തിൽ പ്രാപിക്കുമെന്നാ പറഞ്ഞ. അതൊക്കെ ഒരു സ്തോത്രം ജാതീയ ചിന്തയാ. ദൈവത്തിന്റെ വചനം എങ്ങനെ വ്യാപരിക്കുന്നത്? സ്തോത്രം. ദൈവത്തിന്റെ വചനം ഇന്ന് നിങ്ങൾ കേട്ടു. ഇപ്പോൾ നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ ഇപ്പോൾ മുതൽ നിങ്ങൾ പോലും കാണാതെ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഹല്ലേലൂയ, വ്യക്തമായ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. സ്തോത്രം. അത് ക്ഷിപ്രമായിട്ടല്ല വരുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തികൾ ക്ഷിപ്രമായിട്ടല്ല വരുന്നത്. പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യോ, ഇതെല്ലാം ദൈവപ്രവൃത്തിയായിരുന്നല്ലോ എന്ന് തോന്നും. അങ്ങനെ സ്തോത്രം, ഈ സ്ത്രീ പോയി അടുത്ത വീടുകളിലൊക്കെ പറഞ്ഞു, ഇവിടെ താമസിക്കുന്ന അയ്യ രാത്രി മുഴുവൻ പ്രാർത്ഥനയാ. സ്തോത്രം, ഹല്ലേലൂയ, ഭയങ്കര പ്രാർത്ഥനയാ. അത് കേട്ട് ഒരു ദിവസം, ഹല്ലേലൂയ, അതിരാവിലെ ഒരമ്മച്ചി വന്നു. സ്തോത്രം. ഒരമ്മച്ചി വന്നിട്ട് കതകിൽ മുട്ടുകയാണ്. വെളുപ്പിനെയാണ്, സ്തോത്രം. അതിരാവിലെ, സ്തോത്രം. ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ, സ്തോത്രം, വാതിൽ തുറന്നു നോക്കുമ്പോൾ ഞങ്ങൾക്ക് തമിഴ് അറിയില്ല. ഒരു തമിഴ് പാട്ടി, സ്തോത്രം, വന്നേക്ക. അയ്യാ, സ്തോത്രം, എനക്കാകെ ജമ്പണ്ടും കയ്യാ, ഹല്ലേലൂയ, സ്തോത്രം. അവരിങ്ങനെ തൊഴുത് പിടിച്ചു നിൽക്കുകയാണ്. ഹല്ലേലൂയ. അവർ, സ്തോത്രം, അകത്തോട്ട് വന്നിട്ട്, ഹല്ലേലൂയ, ഇങ്ങനെ അങ്ങ് നിലത്ത് വീഴുന്ന പോലെ അവർ വീണ് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ പേടിച്ചു. ഹല്ലേലൂയ, സ്തോത്രം, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. ഞാൻ ആർക്കു വേണ്ടി സ്തോത്രം, ഹല്ലേലൂയ, എന്റെ സ്വകാര്യ പ്രാർത്ഥനകളിൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതല്ലാതെ ആർക്കു വേണ്ടിയും കരനീട്ടി പ്രാർത്ഥിച്ചിട്ടില്ല. ഒന്നും എനിക്കറിയില്ല. ഞാൻ പുതിയ, സ്തോത്രം, കർത്താവിന്റെ വേലയ്ക്കായി സമർപ്പിച്ചു എന്നേ ഉള്ളൂ. എനിക്കൊന്നും അറിയുകയില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാം. മലയാളത്തിൽ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, എനിക്ക് ഒന്നും യാതൊന്നും അറിയില്ല, പോതു വയ്യ, മലയാളം പോതു വയ്യ, നീങ്ക എപ്പിടിയാനാലും ഒന്ന് ജോംബണ്ടിയാ പോതും. ഹല്ലേലൂയ. അവര് പറഞ്ഞു, സ്തോത്രം. ഞാൻ കരനീട്ടി അവരെ ശല്യം ഒഴിവാക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മലയാളത്തിൽ പ്രാർത്ഥിച്ചു. അവർ, സ്തോത്രം, അവരുടെ മടിയിൽ കുറെ ചില്ലറ തുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. 2 or 5 രൂപയൊക്കെ, ഇതെല്ലാം കൂടെ ഒരു കൂട്ടമായിട്ട് അതെല്ലാം എന്റെ മുമ്പിലോട്ട്. ഞാൻ പറഞ്ഞു, നോ, ഞാനിതൊന്നും വാങ്ങിയിട്ടില്ല. ഇന്ന് വരെയും ആരുടെയും ഔദാര്യത്തിൽ ജീവിച്ചിട്ടുള്ള ഒരാളല്ല ഞാൻ. എന്റെ ജീവിതത്തിൽ അതൊരു ഭയമായി, അതൊരു പ്രശ്നമായി എന്റെ മേൽ, സ്തോത്രം, വീണു. ഹല്ലേലൂയ. അവരതെല്ലാം തിരിച്ചെടുത്ത് അവർ പോയി. അവർ പോകുന്ന സമയത്ത് അവർ കാണുന്നവരോട് എല്ലാം പറഞ്ഞിട്ട് പോയി, ഇങ്ങ ഒരു 5000 ரொம்ப, ஸ்தோத்திரம், ஹல்லேலூயா, ரொம்ப வல்லமையுள்ள மனிதன், ஹல்லேலூயா, ரொம்ப, ஹல்லேலூயா, அவர் நல்லா ஜெபம் பண்ணுவாரு എന്ന് പറഞ്ഞാൽ നല്ല പ്രാർത്ഥനയുള്ള ആള്, ഭയങ്കര ശക്തിയാ, സ്തോത്രം, അതാ ഇതാ സ്തോത്രം എന്നെല്ലാം പറഞ്ഞ് ഞാൻ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല, ഒരു കാര്യം ചെയ്യില്ല. അവിടെ എല്ലായിടത്തും പോയി പറഞ്ഞു, நல்ல ஒரு 5000 இருக்காங்க, அல்லது நீங்க போய் ஜெபம் பண்ணுங்க, அங்க போய் அவர்கிட்ட போய் ஜெபம் பண்ணுங்க, എല്ലായിടത്തും ആ പ്രദേശം മുഴുവൻ ഇവർ പറഞ്ഞു നടന്നു. എനിക്കിതൊന്നും അറിയില്ല. ഞാൻ, സ്തോത്രം, കുറെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് സ്തോത്രം, വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. വെളിയിലേക്ക്, നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ എന്റെ വടിയിലാണ് നടക്കുന്നത്. അത് ഇനിയും പറയേണ്ട കാര്യമില്ലല്ലോ. ഇതാണ് എന്റെ, സ്തോത്രം, 4 കാലേ നടക്കുന്ന ആളാണ്. നിങ്ങൾക്കെല്ലാം 2 കാലേ ഉള്ളൂ, എനിക്ക് 4 കാലുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ എന്റെ ഈ എക്സ്ട്രാ 2 കാലും ഒക്കെ വെച്ചുകൊണ്ട് ഞാൻ അതിലേക്കൂടെ ഒക്കെ നടന്നങ്ങോട്ട് പോകുമ്പോ ഒരു വണ്ണമുള്ള ഒരു സ്ത്രീ എന്റെ മുമ്പിലേക്ക് ചാടി വീണു. ஐயா வாங்க ஐயா, ஸ்தோத்திரம், ஹல்லேலூயா, எனக்காக கொஞ்சம் ஜெபம் பண்ணுங்க ஐயா. സ്തോത്രം. ഞാൻ നേരത്തെ പേടിച്ചതല്ല, ഇപ്പൊ അട്ടർലി പേടിച്ചു. സ്തോത്രം. അതിനേക്കാൾ അപ്പുറം. കാരണം ഞാൻ ഒരു വീട്ടിലും പോയി പ്രാർത്ഥിച്ചിട്ടില്ല. അവരെന്റെ കയ്യിൽ കയറി പിടിച്ചു, വലിച്ചു കൊണ്ടുപോയി. സ്തോത്രം. വലിച്ചു കൊണ്ടുപോയിട്ട് പറഞ്ഞു, സ്തോത്രം, ஐயா நீங்க ഒന്ന്, അമ്മ എനിക്ക് തമിഴ് தெரியாது, എനിക്ക് ഇതെല്ലാം അവരോട് എനിക്കറിയാവുന്ന വാക്കുകളൊക്കെ വെച്ച് അവരോട് പറഞ്ഞിട്ട് അവർ സമ്മതിച്ചില്ല. അവരെന്നെ അവരുടെ വീട്ടിനകത്ത് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, സ്തോത്രം, ഞാൻ നോക്കുമ്പോൾ കട്ടിലിൽ ഒരു പെൺകുട്ടി കിടക്കുക. സ്തോത്രം, ഹല്ലേലൂയ. അവൾക്ക് ജ്വരമാന്ന് എന്നോട് പറഞ്ഞു, പനിയാന്ന് പറഞ്ഞു. സ്തോത്രം. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. സ്തോത്രം.
ഞാൻ മലയാളത്തിൽ പ്രാർത്ഥിച്ചു. ആ പെൺകുട്ടി അവരെ രക്ഷപ്പെടാൻ വേണ്ടി മലയാളത്തിൽ ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചു. 20 വയസ്സ് നമ്മൾക്ക് കാണുമായിരിക്കാം. അത്രയുള്ളൊരു പെൺകുട്ടി, അവൾ കിടക്കയിൽ കിടക്കുക. ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോ പറഞ്ഞു, സ്തോത്രം, 2 வருடமாக ഇവൾ இந்த படுக்கை தான் இருக்கு. 2 வருஷமாയിട്ട് இவள் கிடக்கே கிடക്കുക. பாஸ்டே எலும்புவாரா? സ്തോത്രം, നീങ്ക ജപം பண்ணீங்க, ഹല്ലേലൂയ, നീ പ്രാർത്ഥിച്ചല്ലോ, ഇവളെ എഴുന്നേക്കുവോ? സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ കിടുങ്ങിപ്പോയി. സ്തോത്രം, എനിക്കറിയത്തില്ല. ഈ കൊച്ചിന് വേണ്ടി ഞാൻ വന്ന് പ്രാർത്ഥിച്ചു. ഞാനൊരു പാസ്റ്റ, ഇവര് പാസ്റ്റ എന്ന് വിളിക്കുന്നു. സ്തോത്രം, അത് മാത്രമല്ല, ഞാൻ സ്തോത്രം ഞങ്ങളുടെ ചർച്ചില്, എന്റെ ബ്രദർലയുടെ ചർച്ചില് എന്നെ അസിസ്റ്റന്റ് പാസ്റ്റാക്കി ഒക്കെ അപ്പോഴേക്ക് അവർ വെച്ചു. സ്തോത്രം, ഞാൻ ആദ്യമായി അഭിമുഖീകരിക്കുക. ഞാൻ ഒരു വിധത്തിൽ അവരോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി വീട്ടിൽ വന്നിട്ട് ഞാനൊരു മാർഗം കണ്ടുകെട്ടി. ഇനി ആ വഴി പോകരുത്. ഇനി ആ വഴി പോയാൽ ഇവരെന്ത് ചെയ്യും? സ്തോത്രം, ഈ തളർവാദം പിടിച്ചു കിടക്കുന്ന ഈ പെണ്ണ് എണീറ്റോ ഇല്ലയോ എന്ന്, സ്തോത്രം, ഹല്ലേലൂയ, അവരെന്നോട് ചോദിക്കോ, അയ്യാ, ഹല്ലേലൂയ, സ്തോത്രം, ജപം കേൾക്കവില്ല, ആണ്ടവർ ജപം കേൾക്ക മാട്ടേങ്ങതാ, ഹല്ലേലൂയ എന്നൊക്കെ അവർ ചോദിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? സ്തോത്രം, ഞാനൊരു മാർഗം കണ്ടെത്തി, മറ്റൊരു വഴി കണ്ടെത്തി. അപ്പുറത്തൊരു മതിലിടിഞ്ഞ് കിടക്കുന്നു. ഞങ്ങൾ ആകെ പോകുന്നത് മീൻ വാങ്ങാണ്. തൊട്ടപ്പുറത്ത് മീൻ മാർക്കറ്റ്. അതിന് ഞാൻ വഴി കണ്ടുപിടിച്ചു. ഞങ്ങളുടെ ഹൗസ് ഓണർ വീടിന്റെ പുറകിലൂടെ ഒരു വഴി കിടപ്പുണ്ട്. ഞാൻ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് എളുപ്പത്തിൽ ഇതിലേ പോകാം, ഇനിമേൽ നമുക്ക് ഇതിലേ പോയാൽ മതി. സ്തോത്രം. അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ, സ്തോത്രം, മീൻ വാങ്ങാൻ രണ്ടുപേരുടെ സന്തോഷത്തോട്, ഞങ്ങൾക്ക് ആഴ്ചയിൽ 20 രൂപ കിട്ടും. സ്തോത്രം, ആ 20 രൂപയും കൊണ്ട് ഞങ്ങൾ പോകും. സ്തോത്രം, ഞങ്ങൾ രണ്ടുപേരും കാര്യം പറഞ്ഞ് സന്തോഷത്തോടെ ഞങ്ങൾ മാർക്കറ്റിനകത്തേക്ക് ചെല്ലുമ്പോൾ, സ്തോത്രം, മീൻകാരിങ്ങനെ നിരന്നിരിക്കുന്ന ആ വലിയ മാർക്കറ്റിൽ ഞങ്ങൾ അതിന്റെ നടുവിലൂടെ ഇങ്ങനെ ചെല്ലുമ്പോൾ, ഹല്ലേലൂയ, ഒരു വണ്ണമുള്ള സ്ത്രീ, അയ്യോ, പെട്ടെന്ന് അവരെ എനിക്ക് ഓർമ്മ വന്നു. ആ സ്ത്രീ അവിടെ നിന്ന് ആ കൊട്ടയുടെയൊക്കെ അവരുടെ ആ മീൻ ബോക്സിന്റെ എല്ലാം അടിയിൽ നിന്ന് അവരങ്ങ് എഴുന്നേറ്റു. സ്തോത്രം, ഹല്ലേലൂയ, അയ്യോ വാങ്ങയ്യാ, സ്തോത്രം, ഹല്ലേലൂയ. അവർ ഓടി വന്ന് പഴയതുപോലെ എന്റെ കൈ പിടിച്ചു. അവരെന്നെ മാർക്കറ്റിനകത്തെല്ലാം കൊണ്ട് ഓടുകയാണ്. ഇതാ ഞാൻ சொன்ன ஐயா, ഇതാ ഞാൻ சொன்ன ஐயா, എന്നോട് പൊണ്ണ് എളുമ്പിട്ട് അവർ വന്ന് ജപം പണിയിട്ട് இந்த പൊണ്ണ്, ഹല്ലേലൂയ, എളുമ്പിട്ട്, ഹല്ലേലൂയ. നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഭയന്ന് വിറച്ച് ഞാൻ പോകുന്ന, സ്തോത്രം, ഹല്ലേലൂയ. കാരണം പലരും വിചാരിക്കുന്നത് നമ്മുടെ ശക്തി കൊണ്ടായി ഈ പ്രാർത്ഥനയിലൊക്കെ സംഭവിക്കുന്നതെന്നേ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ബലം കൊണ്ട്, അയ്യോ, പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചു, എനിക്ക് രോഗസൗഖ്യമായി. ആർക്കാ മഹത്വം? മഹത്വം ആർക്കാ? പാസ്റ്റർക്കാ. സ്തോത്രം. അയ്യോ, വിഡ്ഢിതം പറയല്ലേ, പ്രവർത്തിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാ. ഹല്ലേലൂയ. നീ ഒരു, സ്തോത്രം, പാലം മാത്രമാ. നീ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാൻ ഒരുക്കമാണോ? തളർവാദ രോഗിയാകട്ടെ, ക്യാൻസർ രോഗിയാകട്ടെ, ഹല്ലേലൂയ, ഏത് പ്രതിസന്ധി ആകട്ടെ, ഹല്ലേലൂയ, അതിന്റെ നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം. അങ്ങനെ ദൈവം എനിക്ക്, ഹല്ലേലൂയ, സ്തോത്രം, അന്ന് ആ മാർക്കറ്റ് മുഴുവൻ, ഇന്ന് ആ മാർക്കറ്റിൽ എന്നെ അറിയാത്ത ഒരു മനുഷ്യരുമില്ല. ആ മാർക്കറ്റിൽ എത്ര ആളുകളുണ്ടോ അവിടെ എല്ലാം വീട്ടിൽ പ്രാർത്ഥനകൾ ഞാൻ നടത്താറുണ്ട്. സ്തോത്രം. ഇപ്പോൾ ഏകദേശം 17 വർഷങ്ങൾ കടന്നുപോയി. ഹല്ലേലൂയ, സ്തോത്രം. 17 ഏതാണ്ട് 18 വർഷങ്ങളിലധികമായി. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ആ ദേശത്തെ നേടുവാൻ എനിക്ക് ദൈവം കൃപ തന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ അതൊരു ആരംഭം മാത്രമായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞ, ഹല്ലേലൂയ, ദൈവത്തോട് പറഞ്ഞ, ഹല്ലേലൂയ, സ്തോത്രം, ഈ ദേശത്തിൽ ഇത് നിർജ്ജന പ്രദേശമാണെന്ന് പറഞ്ഞ ദേശത്തിൽ ദൈവം എന്നെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ എന്തിനാ എന്റെ ഈ സാക്ഷ്യങ്ങൾ നിങ്ങളോട് പറയുന്നത്? എന്തിനാ? ദൈവം എങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്ന് നീ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം. നിന്റെ മേൽ ഒരു ദൈവത്തിന്റെ വചനം വന്നാൽ നീ ഓർക്കുക, ആ വചനത്തിനൊരു ശക്തിയുണ്ട്, ആ വചനത്തിനൊരു ജീവനുണ്ട്. ആ ജീവൻ, ആ വചനം വ്യാപരിക്കാൻ തുടങ്ങും, ആ വചനം ചലിക്കാൻ തുടങ്ങും, അത് നിന്നെ ചലിപ്പിക്കാൻ തുടങ്ങും, അത് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങും. സ്തോത്രം. എനിക്ക് ആ ദേശത്ത് ഒരു ചെറിയ, സ്തോത്രം, ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ആളുകൾ തൊഴാൻ തുടങ്ങി, അയ്യാന്ന് വിളിക്കാൻ തുടങ്ങി. ഓ, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയൊക്കെ വന്നു. 1.5 വർഷം പിന്നെയും മുന്നോട്ട് കടന്നുപോയി. അതിനിടയിൽ സഭയിൽ ഒരു 21 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും നടത്തി. സ്തോത്രം. സ്വതവേ ആക്സിഡന്റിൽപ്പെട്ട് എന്റെ കാല് തകർന്നു പോയ മനുഷ്യനാണ് ഞാൻ. വടിയിൽ നടക്കുന്നതാണ്. സ്തോത്രം. 21 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ, സ്തോത്രം, ഹല്ലേലൂയ, പ്രവൃത്തി. 21 ദിവസം പൂർണ്ണമായി. സ്തോത്രം. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനകളല്ല, ഇന്ന് കഴിച്ചുകൊണ്ടുള്ള ഉപവാസങ്ങളാണ്. അങ്ങനെയുള്ള ഉപവാസ പ്രാർത്ഥനയാണെന്ന് ആരും വിചാരിക്കില്ലേ.
21 ഡേയ്സും വെള്ളമല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ വായിൽ പോകാത്ത വണ്ണമുള്ള ഉപവാസവും പ്രാർത്ഥന. 21 ദിവസം കഴിഞ്ഞു. 21 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും കഴിഞ്ഞു. 21 ദിവസം ഉപവസിച്ചു. വീട്ടിൽ മടങ്ങി വന്നു. 3-ാമത്തെ ദിവസത്തിൽ സ്തോത്രം ബാത്റൂമിനകത്ത് പോയതാ, സ്റ്റോക്ക് വന്നു. ബാത്റൂമിനകത്ത് വീണു. അയൽവക്കത്തുള്ള സ്ത്രീകളെല്ലാം കൂടെ, എന്റെ ഭാര്യയും അയൽവക്കത്തുള്ള സ്ത്രീകളും മാത്രമേ ഉള്ളൂ. അവരെല്ലാം കൂടെ വന്ന് എന്നെ വലിച്ച് സ്തോത്രം എടുത്ത് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്റെ ഇടതുവശം റൈറ്റ് ലെഗ് അത് സ്വതവേ തകർന്നതാ, ആക്സിഡന്റിൽ തകർന്നതാ. ഇടതുവശവും കൂടി തളർന്നുപോയി. ഇടത് കൈയും ഇടത് കാലും കൂടി തളർന്നുപോയി. സംസാരശേഷിയും നഷ്ടപ്പെട്ടു. സ്തോത്രം. ഇപ്പൊ ആകെ ഒരു കൈയെ പോകും, ഒരൊറ്റ കൈ. ഞാൻ ഈ സാക്ഷ്യം പറയാൻ വേണ്ടിയല്ല, എങ്ങനെയാണ് ദൈവവചനം ക്രിയ ചെയ്യുന്നത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. സ്തോത്രം. ഞാനിപ്പോൾ ഒരു സ്തോത്രം ഞങ്ങളുടെ പഴയ വീടൊക്കെ ആ പറഞ്ഞ വീടൊക്കെ വിട്ട് ഇപ്പോൾ വേറൊരു വീടിലാണ്, ഒരു അപ്സ്റ്റെയറിലാണ്. സ്തോത്രം. ഒരു 1-ാമത്തെ നിലയിലാണ്. അതും ഒരു പഴയ ഓടിട്ട വീടാണ്. ആ ഓടിട്ട വീടിൽ നിന്ന് തൂക്കായിട്ടുള്ള സ്റ്റെപ്പാ താഴേക്ക് ഇറങ്ങാൻ. സ്തോത്രം. അതിന്റെ മുകളിൽ നിന്ന് കാലൊന്ന് തെറ്റിപ്പോയാൽ താഴെ റോഡിൽ വരും. അങ്ങനെയാണ് അതിന്റെ നേരെ കുത്തനെയുള്ള സ്റ്റെപ്പാ. അതിന്റെ മേലാണ് തളർവാദം പിടിച്ച് അല്ലെങ്കിൽ സ്തോത്രം സ്റ്റോക്ക് വന്ന് തളർന്നു പോയ എന്നെ താങ്ങിയെടുത്ത് മുകളിൽ കൊണ്ട് ആക്കിയേക്കുക. ഞായറാഴ്ചകൾ വരുമ്പോൾ എനിക്ക് ദൈവത്തെ ആരാധിക്കണം. കുറെ മാസങ്ങൾ കടന്നു പോയപ്പോൾ സ്തോത്രം ദൈവത്തെ ആരാധിക്കണം. ഞാൻ സ്തോത്രം ഹല്ലേലൂയ ഒരു വിധത്തിൽ കട്ടിൽ എഴുന്നേറ്റിരിക്കും, നിരങ്ങി താഴെ ഇറങ്ങും. അവിടെ നിന്ന് സ്തോത്രം റൂമിലൊക്കെ നിരങ്ങി നടക്കും. ഈ ഒരു അവസ്ഥയിലെത്തി. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് ചർച്ചിൽ പോയേ മതിയാകുകയുള്ളൂ, ചർച്ചിൽ പോയേ മതിയാകും. വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ചർച്ചിൽ പോയേ മതിയാകുകയുള്ളൂ. അവൾ എന്നെ നല്ല ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ച്, നല്ല വെള്ള ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ച് റെഡിയാക്കി ഒക്കെ ഇരുത്തും. സ്തോത്രം. ഇത് സ്തോത്രം നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ 1-ാമത്തെ നില ഇന്ന് കാണുന്ന പോലെ പഴയ പൊട്ടിപ്പൊളിഞ്ഞ ഒരു വീടാ. ആ വീടിനകത്ത് പൊടിയും മണ്ണും അഴുക്കുമാണ്. സ്തോത്രം. എത്ര തൂത്താലും വൃത്തിയാകാതെ അതിലൂടെ നിരങ്ങി വരുമ്പോൾ ഈ പാന്റും ഈ ഷർട്ടും എല്ലാം അഴുക്കാകും. അവിടുന്ന് നിരങ്ങിയാണ് മുകളിൽ നിന്ന് താഴെ റോഡ് വരെ വരുന്നത്. ഓരോ സ്റ്റെപ്പും നിരങ്ങി താഴെ വരും. അപ്പോൾ 4 സഹോദരന്മാര് വരും. ഒരു ഓട്ടോറിക്ഷയിൽ വിളിച്ചിട്ട് അവർ 4 പേരോട് വന്ന് പൊക്കിയെടുത്ത് ഓട്ടോറിക്ഷയിൽ വെക്കും. കുറച്ചു ദൂരേ ഉള്ളൂ. അവൾ ചർച്ചിൽ ചെല്ലും. അവിടുന്ന് അവർ 4 പേരൂടെ തന്നെ എന്നെ താങ്ങി 4-ാമത്തെ നിലയിലെ ഹല്ലേലൂയ ഇവിടെ എത്തി. അവിടെ ചെന്നാ ഞാൻ എടുക്കണം. മുമ്പിലെ ചേറിൽ കൊണ്ടിരുത്തും. ഒരു കുഴപ്പമില്ല, കാരണം അഴുക്കെല്ലാം പുറകു വശത്താണ്. അത് മുമ്പിൽ നിൽക്കുന്ന ആള് കാണത്തില്ല. അത് പറയുന്നതിനൊക്കെ കാരണമുണ്ട്. സ്തോത്രം. ഇതൊരു ചർച്ചിൽ ഇതുപോലെ ഇരിക്കുക. എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നു? ഞാൻ വടി കാണിച്ചപ്പോഴല്ലേ നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ വടിയെ നടക്കുന്ന ഒരു മനുഷ്യനാണെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഓ സ്തോത്രം. ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ ഇരുന്ന് ദൈവത്തെ ശക്തിയോട് ആരാധിക്കും. സ്തോത്രം. അവ്യക്തമായിട്ടേ ശബ്ദം വരത്തുള്ളൂ, അത് തിരിയത്തില്ല. അങ്ങനെ ഇരുന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ അരികിലേക്ക് സ്തോത്രം ഒരു ദിവസം ഒരു ദൈവദാസൻ വന്നു. ആ ദൈവദാസൻ പറഞ്ഞു ഹല്ലേലൂയ. ഓ സ്തോത്രം. അദ്ദേഹം ആ ചർച്ചിൽ ആർക്കും പരിചയമുള്ള ആളല്ല. എവിടെ നിന്നോ വന്നു, താമസിച്ചാണ് വന്നത്. വന്നപ്പോൾ പാസ്റ്റ് മനസ്സോടെ ആ മനുഷ്യൻ 5-10 മിനിറ്റ് കൊടുത്തു, പ്രസംഗിക്കാൻ സമയം കൊടുത്തു. ആ സമയത്തിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. പ്രസംഗത്തിൽ തന്റെ സ്തോത്രം ഹല്ലേലൂയ ഫോക്കസ് മുഴുവൻ എന്നിലായിരുന്നു. എന്നെ നോക്കി നല്ല സന്തോഷത്തോടെ ഇരിക്കുന്ന എന്നെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, സ്തോത്രം, നിന്നെ തേടി ഹല്ലേലൂയ അനേക ദേശങ്ങൾ ഹല്ലേലൂയ ഇതാ എഴുന്നേൽക്കുകയാണ്. നിന്നെ സ്തോത്രം സ്വീകരിക്കാൻ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ എയർപോർട്ടുകളിൽ നിന്ന് എയർപോർട്ടുകളിലേക്ക് ഹല്ലേലൂയ നിന്നെ സ്വീകരിപ്പാൻ വലിയ ജനക്കൂട്ടം നിൽക്കുന്നത് ഞാൻ കാണുകയാണ്. അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അവിടെ ഇരുന്ന ചർച്ചിൽ നിന്ന് എല്ലാവരും ഉച്ചത്തിൽ ചിരിച്ചു. അവർക്ക് മനസ്സിലായി ഈ ദൈവദാസന് തെറ്റുപറ്റി. അവരുടെ കൺസെപ്റ്റിൽ ഈ ദൈവദാസന് തെറ്റുപറ്റി. സ്തോത്രം. കാരണം എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത 4 പേര് ചേർന്ന് താങ്ങി മുകളിൽ കൊണ്ടുവരുന്ന സ്തോത്രം ഏറ്റവും ദുസ്സഹമായ സാഹചര്യത്തിൽ കിടക്കുന്ന എന്നെ എയർപോർട്ടുകളിൽ നിന്ന് എയർപോർട്ടുകളിലേക്ക് സ്തോത്രം ആളുകൾ എന്ത് ചെയ്യാണ്? തിങ്ങി നിറഞ്ഞു നിന്ന് എന്നെ കൊണ്ടുപോകാൻ പോവുക. നിന്റെ മേൽ വരുന്നത് ദൈവത്തിന്റെ വചനമാണോ? പലർക്കും ദൈവത്തിന്റെ വചനത്തിൽ വിശ്വാസം. അന്ന് അവിടെ ഇരുന്നവരെല്ലാം കളിയാക്കി പാസ്റ്റർ സ്തോത്രം ഹല്ലേലൂയ ഒരു വിധത്തിൽ സമയത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ പ്രവചനമൊക്കെ തെറ്റി എന്നെല്ലാവരും കരുതി അവരങ്ങ് പോയി. സ്തോത്രം. അന്നവിടെ
ആ പ്രവചനം വിശ്വസിച്ച ഒരാളുണ്ടായിരുന്നു. ആ ഒരാൾ വേറെ ആരല്ല. ഹല്ലേലൂയ. എന്റെ ദൈവത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. എന്റെ ദൈവം ഒരു ഭൃത്യനെ അയച്ച് പറയുന്നത് മാനുഷികമായ വാക്കാണെങ്കിൽ കൂടെ എന്റെ ദൈവം അണ്ടർസൈൻ ചെയ്യും. എന്റെ ദൈവത്തിന് അസാധ്യമൊന്നുമില്ല. പക്ഷെ അസാധ്യമൊന്നുമില്ല എന്നൊക്കെ ഞാൻ പറയുമ്പോൾ എന്റെ മുമ്പിൽ സാഹചര്യമൊന്നുമില്ല. കാരണം സ്തോത്രം, ഇദ്ദേഹം പറഞ്ഞ പ്രവചനം നടക്കണമെങ്കിൽ എന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കണം. ഒരുപാട് അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാകണം. അല്ലാതെ ഒന്നും നടക്കുകയില്ല. വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെല്ലുമ്പോഴും ഈ പ്രവചനം എന്നെ അങ്ങോട്ട് ചലിപ്പിക്കാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഒരു ദിവസം, 2 ദിവസം, 3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ എന്റെ ശരീരം ഇങ്ങനെ ചലിക്കുന്നത് കാണാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. അതായത് ഇച്ചിരി മുമ്പേ ഞാൻ പറഞ്ഞേ, ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ വചനം ക്ഷിപ്രമായിട്ടല്ല വരുന്നത്. ദൈവത്തിന്റെ വചനം പ്രവർത്തിക്കുന്നത് നമുക്ക് എങ്ങനെ അറിയില്ല. ഓ സ്തോത്രം. അതൊരു കർഷകൻ കൃഷി ചെയ്തിട്ട് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. അത് പ്രാവർത്തികമാകുന്നത് പോലെയാണ്. ഒന്ന്, അത് ഞാൻ ഈ പ്രശ്നമെല്ലാം വന്ന് കിടക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എനിക്ക് പാസ്പോർട്ട് ഇല്ല. പാസ്പോർട്ട് കിട്ടാൻ ഒരു സാധ്യതയുമില്ല. കാരണം ഞങ്ങൾക്ക് റേഷൻ കാർഡില്ല. സ്തോത്രം. റേഷൻ കാർഡ് കിട്ടണമെങ്കിൽ നാട്ടിൽ നിന്ന് അവിടുത്തെ റേഷൻ കാർഡ് എല്ലാം കട്ട് ചെയ്തിട്ട് സ്തോത്രം ഇവിടെ കൊണ്ടുവന്ന് റേഷൻ കാർഡ് മാറ്റണം. പിന്നീട് ഇലക്ട്രൽ കാർഡ് ഉണ്ടാക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, കടമ്പകൾ കടന്നെങ്കിൽ മാത്രമേ, ബാങ്ക് അക്കൗണ്ട് വേണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ. ഇതൊന്നും എനിക്കില്ല. യാതൊന്നുമില്ല. ചില ദിവസങ്ങൾ കടന്നുപോയി. സ്തോത്രം. ഇതിനൊന്നും ഒരു സാധ്യതയും എന്റെ ജീവിതത്തില്ല. പിന്നെ റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടിക്കൊണ്ടുവരാൻ ഞങ്ങൾക്ക് നാട്ടിൽ റേഷൻ കാർഡും ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. എനിക്കില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഇതൊന്നും സംഭാവ്യമായ കാര്യമല്ല. നമ്മുടെ ചിന്തയിൽ, നിങ്ങളുടെ ചിന്തയിൽ ഇതൊന്നും ദൈവത്തിന്റെ പ്രവചനം, ദൈവം പറയുന്ന കാര്യങ്ങൾ സംഭാവ്യമല്ലായിരിക്കാം. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഒരു സ്ത്രീ ഒരു ഫോമും കൊണ്ട് എന്റെ അടുത്ത് വന്നു. സ്തോത്രം. അത് സ്തോത്രം. ഹല്ലേലൂയ. പാസ്റ്ററെ, സ്തോത്രം, ഞങ്ങൾക്ക് റേഷൻ കാർഡില്ല. റേഷൻ കാർഡിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കണം. ഇതൊന്ന് പൂരിപ്പിച്ചു തരണം. അല്ലെങ്കിൽ എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ എന്നെ സമീപിച്ച് ഞാനതൊക്കെ പൂരിപ്പിച്ചു കൊടുത്തു. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. സ്തോത്രം. അവര് പോയി. റേഷൻ കാർഡ് കിട്ടിയില്ല. അവർക്ക് റേഷൻ കാർഡ് കിട്ടിയില്ല. പക്ഷെ എന്റെ ഹൃദയത്തിൽ ഒരു വിത്ത് വീണു. റേഷൻ കാർഡ് വേണം. അവിടെ മുതൽ ദൈവം ചലിക്കാൻ തുടങ്ങി. സ്തോത്രം. നാട്ടിലെ എന്റെ മദറിലോട് വിളിച്ചു പറഞ്ഞു, അമ്മേ സ്തോത്രം, എനിക്കൊരു ബുദ്ധി ദൈവം തരികയാ. അമ്മ സപ്ലൈ ഓഫീസിൽ പോകണം. പോയിട്ട് അവിടെ ചെന്നിട്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ സപ്ലൈ ഓഫീസറോട് പറയണം. പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പേരില്ല. സ്തോത്രം. ഞങ്ങളുടെ റേഷൻ കാർഡിൽ നിന്ന് ഇവിടെ റേഷൻ കാർഡിനുള്ള സംവിധാനം എന്ത് ചെയ്യാം. അവിടെ ചെന്ന് ഇതൊക്കെ പറഞ്ഞപ്പോൾ എന്റെ അമ്മയോട് ആ മനുഷ്യനൊരു ദയ തോന്നി. അവർ പറഞ്ഞു, കാർഡിൽ നിന്ന് പേര് വെട്ടി മാറ്റണം, നിങ്ങൾ കാർഡുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാനൊരു കാര്യം ചെയ്യാം. ഒരുപാട് അമ്മ അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പോയിട്ടൊക്കെ വീണ്ടും വന്നും പറഞ്ഞു, സ്തോത്രം, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാനൊരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് തരാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും നിങ്ങളുടെ പേരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ മുഖം നോക്കി അവരൊരു ഇത് കൊടുത്തു. സ്തോത്രം. എനിക്ക് ആ സർട്ടിഫിക്കറ്റ് മതിയായിരുന്നു. ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഞാൻ സ്തോത്രം. ഹല്ലേലൂയ. ഈ റേഷൻ കാർഡിന് വേണ്ടി പോയി. എനിക്ക് റേഷൻ കാർഡ് കിട്ടി. ഹല്ലേലൂയ. നിന്റെ അടുത്തൊരു മനുഷ്യൻ സ്തോത്രം നിന്നെ ഉണർത്താൻ വേണ്ടി ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യുക, ദൈവത്തിന്റെ വചനം ചലിക്കുക. നിങ്ങളുടെ മേലൊരു വചനം വന്നിട്ട് അതങ്ങ് പോകുകയല്ല. ഹല്ലേലൂയ. സ്തോത്രം. ആ വചനത്തിന്റെ പ്രവൃത്തികൾ പതുക്കെ ചെയ്യുവാൻ തുടങ്ങുകയാ. എന്തൊന്ന് ദൈവത്തിന്റെ വചനം നിന്നോട് സംസാരിച്ചോ അത് പ്രവർത്തിക്കാൻ തുടങ്ങിയ. സ്തോത്രം. അപ്പൊ റേഷൻ കാർഡ് കിട്ടി. കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ സ്തോത്രം എനിക്ക് ഇലക്ട്രൽ കാർഡും കിട്ടി. ഹല്ലേലൂയ. മാത്രമല്ല സ്തോത്രം, എന്റെ വീട്ടിൽ ഒരു പ്രാർത്ഥന തുടങ്ങുവാൻ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ്, അശക്തനായ മനുഷ്യൻ, പതിയെ എന്റെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുന്നു. ഞാൻ എഴുന്നേറ്റ് ഇരിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ആളുകൾ വരാൻ തുടങ്ങി. ദൈവം അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ ഒരു ചെറിയ പ്രാർത്ഥന കൂട്ടായ്മ എന്റെ വീട്ടിൽ തുടങ്ങി. ആ പ്രാർത്ഥനയിൽ ഞാൻ സഭയുമായിട്ട് ബന്ധപ്പെട്ടല്ല, അല്ലാതെ ഒരു പ്രാർത്ഥന എല്ലാ സ്തോത്രം ചൊവ്വാഴ്ചകളിലും അങ്ങനെ ഒരു പ്രാർത്ഥന ഞാൻ അവിടെ ആരംഭിച്ചു. സ്തോത്രം. അതിലൊരു 5-8 സ്ത്രീകൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വരും. അല്ലെങ്കിൽ അതിന്റെ നടുവിൽ ഏറ്റവും സ്തോത്രം പ്രാധാന്യമേറിയ ഒരു സ്തോത്രം ഒരു സ്ത്രീയെ ദൈവം അയച്ചു. കരുണാനിധി. സ്തോത്രം. ചെന്നൈ പട്ടണത്തിലെ അന്ന് മുഖ്യമന്ത്രി ആയിരിക്കുന്ന, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ അന്നത്തെ മുഖ്യമന്ത്രി കരുണാനിധിയാണ്. കരുണാനിധിയാണ്. കരുണാനിധിയുടെ സ്തോത്രം ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ബിനാമി എന്നൊക്കെ പറയാവുന്ന ഒരു മലയാളിയായ മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ സ്തോത്രം ഏറ്റവും അടുത്ത ആളാണ്. അദ്ദേഹം വലിയ ആളാ. സ്തോത്രം. അദ്ദേഹത്തിന്റെ ഭാര്യ
പ്രാർത്ഥനയ്ക്കായിട്ട് 1-2 പ്രാവശ്യങ്ങൾ എൻ്റെ വീട്ടിൽ വന്നു. പിന്നീട് അവർ ചൊവ്വാഴ്ചകളിൽ ഇടവിട്ട് അവർക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഈ പ്രാർത്ഥനകളിൽ വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ആരോ എനിക്കൊരു വിസ, സ്തോത്രം ഹല്ലേലൂയ, തയ്യാറാക്കി റെഡിയാക്കി, സ്തോത്രം എൻ്റെ പാസ്പോർട്ടൊക്കെ വാങ്ങിയിട്ട് അവരെനിക്ക് വിസ തന്നു. സ്തോത്രം ഹല്ലേലൂയ. അതൊക്കെ വിശദീകരിച്ച് പറയുവാൻ ഇപ്പോൾ സമയമില്ല. സ്തോത്രം. അങ്ങനെ വിസ വന്നു. കുവൈറ്റിലേക്കാണ്. എനിക്ക് അക്കോമഡേഷൻ ഇല്ല. ദൈവം സ്തോത്രം കുവൈറ്റിലിരുന്ന ഒരു മർത്തമക്കാരുടെ ഭവനത്തിൽ എന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർ തയ്യാറായി കഴിഞ്ഞു. സ്തോത്രം. എന്നെ പരിചയമുള്ളവരൊന്നുമല്ല. ഹല്ലേലൂയ. 3 മാസം ഞാൻ അവിടെ താമസിക്കുവാൻ അവർ തയ്യാറായി. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം എനിക്ക് ടിക്കറ്റായി, വിസയായി. സ്തോത്രം ഹല്ലേലൂയ. എനിക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാമായി. കുവൈറ്റ് എന്ന ദേശത്ത് ഞാൻ ഇതിനകത്ത് 1 രൂപ പോലും മുടക്കുകയോ ആരോടെങ്കിലും എന്നെ പറ്റി പറയുകയോ ചെയ്തിട്ടല്ല. ഇതെങ്ങനെയോ ഉളവായി വന്നു. സ്തോത്രം ഹല്ലേലൂയ. നോക്കുക, സ്തോത്രം. ഇതെല്ലാം റെഡിയായപ്പോൾ ഞാൻ എങ്ങനെ പോകും? ഒറ്റയ്ക്കാണ് പോകേണ്ടത്. സ്തോത്രം ഹല്ലേലൂയ. ഞാൻ വീൽ ചെയറില്ല. സ്തോത്രം. ഈ ഹല്ലേലൂയ വിമാനത്തിൽ എങ്ങനെ കയറും? ഞാൻ വിമാനത്തിൽ കയറിയിട്ടില്ല അന്ന്. സ്തോത്രം. ഇന്നിപ്പോൾ ഹല്ലേലൂയ ഇഷ്ടംപോലെ വിമാനങ്ങളിൽ കയറിയിട്ടുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. അന്ന് ആദ്യമായിട്ടാണ് ഞാൻ വിമാനത്തിൽ കയറാൻ പോകുന്നത്. വിമാനത്തിലൊന്നും കയറിയിട്ടില്ല. ഹല്ലേലൂയ. എന്ത് ചെയ്യും? എങ്ങനെ പോകും? ആര് കൊണ്ടുപോകും? ഇതൊന്നും അറിയുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം ഒരു ദിവസം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ സ്തോത്രം ആ ലേഡി എന്നെ വിളിച്ചു. അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റേ ഹല്ലേലൂയ, സ്തോത്രം പാസ്റ്റർ വിസയൊക്കെ കിട്ടിയെന്നറിഞ്ഞല്ലോ. സ്തോത്രം. പാസ്റ്റർ എന്നാ കുവൈറ്റിൽ പോകുന്നത്? എങ്ങനെയാ പോകുന്നത്? അത് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. സ്തോത്രം ഹല്ലേലൂയ. എങ്ങനെ പോകും? അവർ ഇത്രയും മാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ. എന്നിട്ട് അവർ അവിടെ ഇരുന്നു കൊണ്ട് അവർ ഫോൺ എടുത്ത് ചെന്നൈ എയർപോർട്ടിന്റെ മാനേജറെ വിളിച്ചു. സ്തോത്രം. ഞങ്ങളുടെ പാസ്റ്റർ സ്തോത്രം ഹല്ലേലൂയ അവര് വിശ്വാസി, അവരെന്ന് പറഞ്ഞാൽ അവരൊരു നാമധേയ ക്രിസ്ത്യാനിയാണ്. അവരൊരു സ്തോത്രം ഓർത്തഡോക്സ് വിശ്വാസിയാ. അവർ ഈ പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്കൊക്കെ പതിയെ പതിയെ വരുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ അതിൽ ആദ്യം വന്നിട്ടുള്ളതേ ഉള്ളൂ. സ്തോത്രം. അവർ പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റർ കുവൈറ്റിൽ പോകാനായിട്ട് റെഡിയായി വരികയാണ്. അദ്ദേഹത്തിന് ആവശ്യമായ, അദ്ദേഹം ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള മനുഷ്യനാണ്, അദ്ദേഹത്തിന് വേണ്ട എല്ലാ അസിസ്റ്റൻസും ചെയ്യണം. ഞാൻ അറിയുന്നില്ല. ഞാൻ എയർപോർട്ടിൽ ചെന്നു. പാസ്റ്റർ എന്നോട് പറഞ്ഞു, പാസ്റ്റേ പോയാൽ മതി. ഹല്ലേലൂയ. കുവൈറ്റിൽ ചെന്നാൽ അവിടെ ആ സമയം ഭയങ്കര തണുപ്പാ. അതിനുള്ള കാര്യങ്ങൾ വരെ സ്വർഗത്തിലെ ദൈവം ഒരുക്കി. നിന്റെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ഹല്ലേലൂയ ഒരുക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഓർക്കുക. അതിനെ ഞാൻ വിശദമായിട്ട് പറയുന്നത്. എങ്ങനെയാ? സ്തോത്രം ഹല്ലേലൂയ. നോക്കൂ, സ്തോത്രം. ഞാൻ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അവിടെ 2 അസിസ്റ്റൻസ് വന്നു. അവർ വീൽ ചെയർ കൊണ്ടുവന്നു. അവരെന്നെ കൊണ്ടുവന്ന് അവർ ഗേറ്റിലൊക്കെ ചെന്നു. അവരെന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു. അവരെന്നെ വിമാനത്തിനകത്ത് കൊണ്ടുവന്നു. സ്തോത്രം. ആ വിമാനത്തിനകത്ത് വന്നപ്പോൾ ഹല്ലേലൂയ ഞാൻ ആ വിമാനത്തിനകത്ത് തന്നെ അവർ കൊണ്ട് കയറ്റി ഇരുത്തി. സ്തോത്രം. എല്ലാം റെഡിയായി. ഞാൻ കുവൈറ്റിലെത്തി. കുവൈറ്റിൽ ചെന്ന് വിമാനത്തിൽ നിന്ന് താഴെ ഇറങ്ങണം. എനിക്കറിയില്ല. ഞാൻ ആ വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ ഒരു അനൗൺസ്മെന്റ് കേട്ടു, സജീവ് കുമാർ എന്ന് പറയുന്ന വ്യക്തി അവിടെ അനങ്ങരുത്, അവിടെ തന്നെ ഇരിക്കണം. സജീവ് കുമാർ എന്ന വ്യക്തി അവിടെ തന്നെ ഇരിക്കും. സാധാരണ വിമാനത്തിലെ ലെഫ്റ്റ് സൈഡ് ഡോർ മാത്രമേ തുറക്കത്തുള്ളൂ. നിങ്ങൾക്കറിയാം, ഫ്ലൈറ്റ് യാത്ര ചെയ്തവർ. എന്നാൽ സ്തോത്രം എല്ലാവരും ഇറങ്ങിപ്പോയ ശേഷം ഞാൻ നോക്കുമ്പോൾ വിമാനത്തിന്റെ റൈറ്റ് ഡോർ തുറക്കുക. വലതുവശത്തെ ഡോർ തുറന്നിട്ട് അതിലേക്ക് ഒരു ലിഫ്റ്റിംഗ് ഇങ്ങനെ പൊങ്ങി വരികയാണ്. സ്തോത്രം. അത് ഇതിനകത്തോട്ട് ഘടിപ്പിച്ചു. സ്തോത്രം. രാജകീയമായിട്ട് എന്നെ തള്ളി. സ്തോത്രം. ഈ വീൽ ചെയർ തന്നെ ആംബ്യൂ ലിഫ്റ്റ് എന്ന് പറയും. ആംബുലൻസിൽ ലിഫ്റ്റ് ഘടിപ്പിച്ച് ആംബുലൻസ് കൊണ്ടുവന്ന് വിമാനത്തോട് ചേർത്ത് നിർത്തി. സ്തോത്രം. അതിൽ നിന്ന് എന്നെ താഴെ ഇറക്കി. കുവൈറ്റ് അധികാരികൾ തന്നെ എന്റെ എല്ലാ ഇമിഗ്രേഷൻ ക്ലിയറൻസും നടത്തി വെളിയിൽ കൊണ്ടുവരുമ്പോൾ തന്റെ നിസ്സാരനായ ഒരു ദാസന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ശക്തിയുള്ള പാറയായ ക്രിസ്തു എന്നോട് കൂടെയുള്ളപ്പോൾ, അവന്റെ ബ്ലഡ് ഹല്ലേലൂയ സ്തോത്രം ബ്ലഡ് എന്നിലുള്ളപ്പോൾ നിങ്ങളിൽ ഉണ്ടോ? നിങ്ങളിൽ വിശ്വാസമുണ്ടോ? സ്തോത്രം ഹല്ലേലൂയ. കുവൈറ്റ് ആരെയും എനിക്കറിയില്ല, ഒരു മനുഷ്യരും അറിയില്ല. പുറത്തോട്ടിറങ്ങുമ്പോൾ ഒരു കൂട്ടം ആളുകൾ അവിടെ ഉണ്ട്. സ്തോത്രം ഹല്ലേലൂയ. ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ സജികുമാർ പാസ്റ്റർ സ്വീകരിക്കാൻ. സ്തോത്രം ഹല്ലേലൂയ. അവരെന്നെ സ്വീകരിച്ചു കൊണ്ടുപോയി. ഈ സ്തോത്രം മർത്തോമക്കാരുടെ വീട്ടിൽ കൊണ്ടുവന്നു. എനിക്കാരെയും പരിചയമില്ല. ആദ്യത്തെ മീറ്റിംഗ് സ്തോത്രം അവിടെ ഒരു ചർച്ചിൽ സംഘടിപ്പിച്ചു. ആ മീറ്റിംഗിൽ പോയി അവിടെ മുതൽ ദൈവം അത്ഭുതങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ. എത്ര പേർക്ക് സ്തോത്രമുണ്ട്?
നീയല്ല സൗഖ്യം കൊടുക്കുന്നത്, സൗഖ്യം കൊടുക്കുന്നത് ദൈവമാ. നിന്റെ അവസ്ഥ എന്തുമായിരിക്കാം അതൊന്നും ദൈവം നോക്കുകയില്ല. ഹല്ലേലൂയ. അനേകര് സ്വീകരിക്കുന്നത് എങ്ങനെ? അവരുടെ അവസ്ഥ, അവർ വലിയ ആരാണോ, ഒരു കാറിൽ വന്നു, ഹല്ലേലൂയ, അവർ കാലും കയ്യും ഒക്കെ ഉള്ളവരാണോ, ആരോഗ്യമൊക്കെ ഉള്ള പാസ്റ്ററാണോ, സ്തോത്രം, പിന്നെ നല്ല വലിയ പാസ്റ്റർ കാറിലല്ലേ വന്നേ, 500 ഞാൻ എങ്ങനെ കൊടുക്കും, അപ്പൊ ഞാൻ കടം വാങ്ങിച്ച് 5000 കൊടുത്തു. ഹല്ലേലൂയ. നീ പാസ്റ്ററെ കനം പണ്ടാനല്ല, ദൈവത്തെ കനം പണ്ടാൻ. ഹല്ലേലൂയ. അത് ചിലപ്പോൾ വഴിയെ പോകുന്ന ഒരുത്തനായിരിക്കും നിന്നോട് പറയുന്നത്. നീ വിശ്വാസത്തോടെ ഏറ്റെടുക്ക്. നീ യേശു ക്രിസ്തുവുമായുള്ള രക്ത ഉടമ്പടിയിലാണോ? നിന്നെ സ്വീകരിപ്പാൻ ഹല്ലേലൂയ അവിടെ ഇതാ ഒരുക്കമായി നിൽക്കുകയാണ്. ആര്? സ്തോത്രം. ഹല്ലേലൂയ. 3 മാസം അക്ഷരം പ്രതി പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ മേൽ. കുവൈറ്റിൽ ഞാൻ പോകാത്ത ഒരൊറ്റ ചർച്ചോ ഒരൊറ്റ കൂട്ടായ്മയോ ഇല്ലാതെ വണ്ണം ഹല്ലേലൂയ നാമധേയ ക്രിസ്ത്യാനികളുടെ അരികിൽ വരെ സ്തോത്രം ദൈവം എന്നെ അയച്ചു. അത്ഭുതങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ ദൈവം ചെയ്തു. അവിടെ നിൽക്കുമ്പോൾ സ്തോത്രം ഞാൻ വിചാരിച്ചു തിരിച്ചു മടങ്ങി വീട്ടിൽ പോകാം എന്നുള്ള സമയമെടുത്ത് വരുമ്പോൾ വീണ്ടും ഒരു കോൾ വരുന്നു ദുബായിൽ നിന്ന്. പാസ്റ്ററെ, അങ്ങ് അവിടെ നിന്ന് എവിടേക്ക് പോകരുത്? വീട്ടിലേക്ക് മടങ്ങിപ്പോകരുത്. ഞങ്ങളുടെ അരികിൽ വന്നിട്ടേ പോകാവൂ. ഞങ്ങൾ ഇതാ വിസ അയക്കുന്നു, ഞങ്ങൾ ഇതാ ടിക്കറ്റ് അയക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ നോക്കുക അവിടുന്ന് ഞാൻ വീട്ടിലേക്കല്ല പോയത്. അവിടുത്തെ ശുശ്രൂഷ തീരുമ്പോൾ അവിടെ നിന്ന് വലിയൊരു കൂട്ടം എന്നെ കൊണ്ട് എയർപോർട്ടിൽ നിന്ന് സ്തോത്രം ചെന്നൈ ദുബായ് എമിറേറ്റ് എയർപോർട്ടിൽ നിന്ന് എന്നെ സ്തോത്രം എമിറേറ്റ്സിൽ നിന്ന് എന്നെ കയറ്റി വിടുക. ഒരു ശ്രീലങ്കൻ ഫ്ലൈറ്റിൽ ഞാൻ ദുബായിൽ പോയി ഇറങ്ങി. അവിടെയും അടുത്ത ഹല്ലേലൂയ 3 മാസങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സ്തോത്രം കണ്ടു. അവിടെയും തീർന്നില്ല. അവിടെ നിന്ന് വീണ്ടും അടുത്ത രാജ്യത്തേക്ക് ഇങ്ങനെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം എന്നെ സ്തോത്രം എടുത്ത് ഹല്ലേലൂയ ചലിപ്പിക്കാൻ തുടങ്ങി. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം സ്തോത്രം നാട്ടിൽ വന്നു. നാട്ടിൽ തന്നെ ഒരിടത്ത് സ്തോത്രം ഹല്ലേലൂയ ആയിരിക്കാൻ ദൈവം സമ്മതിച്ചില്ല. കടന്നു പോകുന്നിടത്തെല്ലാം ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ തുടങ്ങി. സ്തോത്രം. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ പതറിപ്പോകാനല്ല, അവിടെ ദൈവത്തിൽ വിശ്വസിക്കുവാനാ. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്ന സ്തോത്ര സംഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടായി. ഈ ചെറിയ പ്രാർത്ഥനാ കൂട്ടായ്മ പിന്നീട് അനേകം ഹല്ലേലൂയ സ്തോത്രം നാമധേയ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ രക്ഷിക്കപ്പെട്ട് അതൊരു സഭയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? സ്തോത്രം. ചെന്നൈ പട്ടണത്തിൽ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിനോട് ചേർക്കപ്പെട്ട സ്തോത്രം ഞാൻ സ്വയം അഫിലിയേറ്റ് ചെയ്തതാണ്. സ്തോത്രം. ഒരു മെയിൻ ചർച്ചായത് മാറി. അവിടെ തമ്പിച്ചാൻ വരും. തമ്പിച്ചാൻ വന്ന് അതിന്റെ ബോർഡൊക്കെ ഫോട്ടോ എടുക്കും. ഹല്ലേലൂയ. അദ്ദേഹം എല്ലായിടത്തും പറയും. സ്തോത്രം. ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, സ്തോത്രം. ഹല്ലേലൂയ. നീ ഇത് നിർത്തുക. ഹല്ലേലൂയ. നിന്നെ ഞാൻ ഈ ശുശ്രൂഷയിൽ ഹല്ലേലൂയ ഉപയോഗിക്കയില്ല. ഒരു റോഡിൽ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കാം. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ എന്നെ തന്നെ സറണ്ടർ ചെയ്തു. അന്നും ഇന്നും എന്നും ദൈവം എന്നോട് എത്ര വലുതായാലും എത്ര ചെറുതായാലും, നിങ്ങൾക്കറിയാമോ, അപ്പോഴേക്കും ചെന്നൈ പട്ടണത്തിൽ എന്നെ അറിയാത്തവരില്ല. സ്തോത്രം. മുഖ്യമന്ത്രി കരുണാനിധിയുടെ വീട്ടിൽ വരെ ദൈവം എന്നെ അയച്ചു. ഹല്ലേലൂയ. സ്തോത്രം. തന്റെ ഹല്ലേലൂയ മക്കൾക്ക് പ്രാർത്ഥിക്കാൻ എന്നെ വിളിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തി. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, ഞാനിത് തരത്തില്ല, നീ വിട്ടുകളയുക. സ്തോത്രം. നിങ്ങൾക്കറിയില്ല, ഓരോ ദിവസവും എത്ര കാറുകൾ എന്റെ വീട്ടിൽ വരും. ആളുകൾ അന്തം വിടുകയാണ്. ഇവൻ ആരടാ? ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരുത്തൻ, അവനെ നോക്കി എത്ര വലിയ കാറുകളാ വരുന്നത്. ആ ശുശ്രൂഷയെ ഞാൻ വെറുത്തു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ ഈ സഭ നിനക്ക് തരികയില്ല. ഒരു ദിവസം ഞായറാഴ്ച ദിവസം എന്നോട് പറഞ്ഞു, താക്കോൽ അവിടെ വെച്ച്. ഞാൻ ഹല്ലേലൂയ സ്തോത്രം സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ട ഞാൻ സ്നാനപ്പെടുത്തിയ ഹല്ലേലൂയ എന്റെ സ്തോത്രം നമ്മുടേതെന്ന് പറയാവുന്ന സഭയാണെന്ന് ഓർക്കുക. എന്നാൽ എല്ലാവർക്കും ഷോക്കായി പോയി. ഞാൻ അവിടെ വെച്ച് ശുശ്രൂഷ അവസാനിപ്പിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ഹല്ലേലൂയ പുതിയ മണ്ഡലങ്ങളിൽ ഉപയോഗിക്കും. പുതിയ മണ്ഡലം എന്ന് പറഞ്ഞാൽ പുതിയ മണ്ഡലം തന്നെയാ. അന്നും ഇന്നും എന്നും എന്റെ ദൈവം എനിക്ക് വിശ്വസ്തന. ഇന്നും സ്തോത്രം. ഹല്ലേലൂയ. ഇന്നലെയും ദൈവദാസി വിളിക്കുമ്പോൾ സ്തോത്രം, ഞാനിതിൽ വരാൻ, നീ എഴുന്നേറ്റ് പോവുക, നീ ഇതിനകത്ത് പോയി പ്രസംഗിക്കുക എന്ന് ദൈവത്തിന്റെ സ്തോത്രം അനുവാദം കിട്ടാതെ ഞാൻ പ്രസംഗിക്കാൻ വരത്തില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അത് നിങ്ങളോടുള്ള ദൈവത്തിന്റെ വചനമാ, ദൈവത്തിന്റെ ശ്രേഷ്ഠതയാ. ഇന്ന് കേട്ടവർ ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. മാറാൻ പോകുക, നിന്റെ ജീവിതം മാറാൻ പോകുക. ഇതുപോലെ ലൈവിൽ കിടന്നവർ, തളർവാദം പിടിച്ചു കിടന്നവർ ചാടി എഴുന്നേറ്റിട്ടുണ്ട്. മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ.
ചെയ്യുന്നത് മനുഷ്യനല്ല, സ്വർഗത്തിലെ ദൈവമാ. അവിടെ എനിക്കൊരു കാര്യമില്ല, ഞാനൊരു നിമിത്തം മാത്രമാ, നിങ്ങളൊരു നിമിത്തം മാത്രമാ. നിങ്ങളെ ദൈവം ഉപയോഗിക്കുക, ദൈവമാ പ്രവർത്തിക്കുന്ന, ദൈവമാ നിന്നോട് സംസാരിക്കുന്നത്, ദൈവമാ നിന്നെ ശക്തീകരിക്കുന്നത്. നീ ബ്ലഡ് ടൈലാണോ, നീ ചുവന്ന ചരട് കെട്ടിയിട്ടുണ്ടോ? ഹല്ലേലൂയ. രാഹാബിനെ പോലെ ഇതാ അവർ ഈ ദേശം ഉറ്റുനോക്കാൻ വന്നവർ ഈ ദേശത്തെ അവകാശമാക്കാൻ വരികയാ. നിന്റെ കയ്യിലുണ്ടോ രക്ഷയുടെ അടയാളമായ ബ്ലഡ് ടൈ നിന്റെ മേലുണ്ടോ? യേശുമായുള്ള ബന്ധം നിന്റെ ജീവിതത്തിലുണ്ടോ? ദൈവം ഇന്ന് നിന്നെ മാറ്റിമറിക്കാൻ പോകുക. നിന്റെ സാഹചര്യങ്ങൾ ഏതുമാകട്ടെ, നിന്റെ അവസ്ഥകൾ എന്തുമാകട്ടെ, നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന സ്വർഗത്തിലെ ദൈവം ഇതാ ഇന്ന് പകലിൽ നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വരിക. സ്തോത്രം. ഹല്ലേലൂയ. പെട്ടെന്ന് സ്തോത്രം എന്റെ ജീവിതത്തിലൊരു സമയം ഒരു ഇച്ചിരി കൂടെ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നോട് പറഞ്ഞ സമയം ഇച്ചിരി കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ സ്തോത്രം. ഹല്ലേലൂയ. ഒരുക്കമാണെങ്കിൽ ഇതിന്റെ ഒരു ഭാഗം കൂടി പറഞ്ഞെങ്കിൽ മാത്രമേ ഇതിലൊരു പൂർത്തീകരണം വരുത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇത് നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടിയല്ല പറയുന്നത്. ഞാനൊരു എന്റെ യൂട്യൂബിലൊക്കെ സ്തോത്രം. ഹല്ലേലൂയ സാക്ഷ്യങ്ങളുണ്ട്. സ്തോത്രം. നിങ്ങൾ കേൾക്കാം. ഹല്ലേലൂയ. കയറി നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും. സ്തോത്രം. ഹല്ലേലൂയ. ഒരുപാട് ലൈവുകളിൽ ഞാൻ സ്തോത്രം എന്റെ ഈ സാക്ഷ്യങ്ങളൊക്കെ പറയുന്നതാണ്. അതുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയല്ല, ഈ മെസ്സേജിന്റെ ഭാഗമായി ദൈവത്തിന് സ്തോത്രം. ഇത് എങ്ങനെയാ ദൈവം പ്രവർത്തിക്കുന്നത്? ദൈവം പ്രവർത്തിക്കുമോ? ഹല്ലേലൂയ. ബദേൽ മാത്യു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം പ്രവർത്തിക്കുമോ? ഞാൻ ചോദിക്കാം, ദൈവം പ്രവർത്തിക്കുമോ? ഹല്ലേലൂയ. ഇന്ന് പ്രവർത്തിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നിന്റെ മേൽ ഞാൻ യേശുവിനെ ഇടുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്നെ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കും. ആരായാലും സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം റിസീവ് ചെയ്യൂ. ദൈവത്തിന്റെ പ്രവൃത്തികൾ റിസീവ് ചെയ്യൂ. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾക്കായി സാഷ്ടാംഗം കർത്താവിനോട് ഹല്ലേലൂയ മുമ്പാകെ നിങ്ങളെ തന്നെ സറണ്ടർ ചെയ്യൂ. ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. ഇല്ലെങ്കിൽ ദൈവം വിളിച്ചു പറയുകയില്ല. ഇന്ന് അവൻ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. ഓരോ വ്യക്തികളോടും ദൈവത്തിന്റെ ആത്മാവ് പറയുക. എന്റെ ഫാദറിലെ മരിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഈ സഭാ ശുശ്രൂഷ വിട്ട് സ്തോത്രം മടങ്ങി വന്നു. 1.5 വർഷത്തോളം ഞങ്ങൾ നാട്ടിലായി. മടങ്ങി വീണ്ടും ചെന്നൈ പട്ടണത്തിൽ പോകാൻ പറഞ്ഞു. ചെന്നൈ പട്ടണത്തിൽ ചെല്ലുമ്പോൾ സ്തോത്രം ഞങ്ങൾക്ക് സഭയില്ല, പഴയ ബന്ധങ്ങളില്ല. സ്തോത്രം. ഹല്ലേലൂയ. മാത്രമല്ല, ഞാൻ ഈ സഭാ ശുശ്രൂഷ ഉപേക്ഷിച്ചു പോയതിൽ പലർക്കും എന്നോട് അതൃപ്തി. ദൈവം പുതിയൊരു മണ്ഡലത്തിൽ പണിയാണ്. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ പിശാച് പറഞ്ഞു, ആ കാണുന്ന മരവില്ലേ, അവിടെ ഇരുന്നോ നീ നിന്റെ കുടുംബം, അതാ നിന്റെ സ്തോത്രം. ഞാൻ പിശാചിനോട് പറഞ്ഞു, ഞാൻ മരച്ചുവട്ടിലായിരുന്നായാലും എന്റെ യേശുവിനെ ഞാൻ മഹത്വപ്പെടുത്തും, എന്റെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തും. സ്തോത്രം. ഹല്ലേലൂയ. മരച്ചുവട്ടിലിരിക്കാൻ ദൈവം എന്നെ സമ്മതിച്ചില്ല. എനിക്ക് അവിടെ ഒരു വീട് തന്നു. പുതിയൊരു സ്ഥലത്താണ്, ചെന്നൈ പട്ടണം, ചെന്നൈ സിറ്റിയിലല്ല. ഹല്ലേലൂയ. അവിടെ നിന്ന് മറ്റൊരു അതിനോടടുത്ത ചെന്നൈ സിറ്റിയോട് അടുത്ത് കിടക്കുന്ന ആവടിക്ക് അടുത്ത ദേശത്തിൽ ഞങ്ങളെ കൊണ്ടുവന്നു. എന്റെ മകൾ SRM യൂണിവേഴ്സിറ്റിയിൽ അവൾ ഇപ്പോൾ സ്തോത്രം ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അവൾ ഫൈനൽ ഇയർ ആയി. അവൾ സ്തോത്രം ജേർണലിസമാണ് പഠിക്കുന്നത്. വലിയ കോളേജാണ്. അന്ന് എനിക്ക് അതിനുള്ള എല്ലാ സാമ്പത്തിക ശേഷിയും സ്വർഗത്തിലെ ദൈവം തന്നതിനാണ്. സ്തോത്രം. ആ ഫീസൊക്കെ ഹല്ലേലൂയ ഞാനല്ല അടയ്ക്കുന്നത്. എന്റെ സ്തോത്രം എന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ അത് ഏറ്റെടുത്ത് അങ്ങ് ചെയ്യുക. അന്നും ഇന്നും എന്നും എനിക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ നാളത്തെ ആഹാരം ആര് തരുമെന്ന് എന്നോട് ചോദിച്ചാൽ അത് എനിക്കറിയത്തില്ല. സ്വർഗത്തിലെ ദൈവം തന്നാൽ ഭക്ഷിക്കും. അന്നും ഇന്നും എന്നും അങ്ങനെയാ. വിശ്വാസ ജീവിതമാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം തരാതെ ഒന്നുമില്ല. പണമോ മറ്റു കാര്യങ്ങളോ യാതൊന്നുമില്ല. അതിനെക്കുറിച്ച് നോക്കാറുമില്ല. സ്തോത്രം. അവിടെ വെച്ച് ദൈവം ഒരു വീട് തന്നു. ഈ വീട്ടിൽ സ്തോത്രം പഠിക്കുമ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഇവിടെ ഈ പഠനം അവസാനിപ്പിക്കുക. എനിക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. അടുത്ത ഒരു സ്തോത്ര വർഷം കൂടെ അവൾ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടാൽ സ്തോത്രം ഏറ്റവും കുറഞ്ഞത് ഒരു 60,000-70,000 രൂപ സാലറി കിട്ടും. അതിനും സ്തോത്രം അങ്ങനെയുള്ള മാസം സാലറി കിട്ടുന്ന ജോലിയിലേക്ക് അവൾക്ക് പ്രവേശിക്കാം. സ്തോത്രം. ആ നിലയിൽ അവൾ പറഞ്ഞു, ഞാൻ എന്റെ മക്കളെയാണ് അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. എപ്പോൾ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു ആ സമയം നിങ്ങൾ പുതിയ തീരുമാനങ്ങൾ എടുക്കണം. അവൾ പറഞ്ഞു, ദൈവത്തിന്റെ വേലയ്ക്കായി ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. എനിക്ക് ഈ പഠനം വേണ്ട. അത് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് യോജിക്കുന്നതല്ല. സ്തോത്രം. ഞാൻ ഒന്നും പറഞ്ഞില്ല. തിരിച്ചവളെ ഹല്ലേലൂയ തിരുവചനം പഠിക്കാനായിട്ട് ഒരു കോളേജിൽ ചെന്നൈയിൽ അഡ്മിഷൻ നേടി. അവിടെ ചെല്ലുമ്പോൾ 150 രൂപ അഡ്മിഷൻ ഫീസ് കൊടുക്കാൻ പോലും കയ്യിൽ ഇല്ലാത്ത അവസ്ഥ. ഹല്ലേലൂയ. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാകുന്നു? സ്തോത്രം. അവിടെ നിന്ന് പണിതെടുക്കുന്ന ഒരു ദൈവമുണ്ട്, ഉപയോഗിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഫീസ് അടയ്ക്കാൻ വഴിയില്ല. 6 12 കിലോമീറ്റർ
കേവലം 10 രൂപ ഇല്ലാത്തത് കൊണ്ട് എന്റെ മകൾ നടന്നു പോകും ഒരു ദിവസം 12 കിലോമീറ്റർ. രാവിലെ അങ്ങോട്ട് 6 കിലോമീറ്റർ. 10 രൂപയുണ്ടെങ്കിൽ അവൾക്ക് സ്തോത്രം എവിടെ ചെല്ലാം? സിംഗിൾ 10 രൂപ ഇല്ലാത്തത് കൊണ്ട് അവൾ ദിവസവും 3 മാസമായി 6 മാസമായി സ്തോത്രം അവൾ നടന്നിങ്ങനെ പോവുകയാ. സ്തോത്രം ഒരു ടേമിൽ ഫീസ് അടയ്ക്കാൻ മാർഗമില്ല. സ്തോത്രം മാർഗമില്ല. സ്തോത്രം എന്ത് ചെയ്യും? ഫീസ് അടയ്ക്കാൻ അവിടെ കോളേജ് സ്ട്രിക്റ്റാ, അവിടെ ഫീസ് അടച്ചേ പറ്റുള്ളൂ. ഞാൻ വഴിയിലൊക്കെ നടക്കുകയല്ലേ, എന്നെ കാണുമ്പോൾ ഒരു ദയ തോന്നും. ആ സ്തോത്രം അതിന്റെ ലേഡി ഒരു ലേഡി അതിന്റെ സ്തോത്രം അധികാരി, അവരുടെ ഭർത്താവ് അത് തുടങ്ങിയത്. സ്തോത്രം വലിയ കോളേജാ. അവിടെ ചെന്നു സ്തോത്രം ആ കോളേജ് ചെല്ലുമ്പോൾ എന്നെ കണ്ടുടനെ അവർ പറഞ്ഞു, നോ നിന്റെ മോളെ ഇവിടെ പഠിപ്പിക്കുന്നില്ല, പഠിപ്പിക്കണമെങ്കിൽ നിനക്ക് ഫീസ് തരാൻ പറ്റുമെന്നുള്ളതിന് എത്ര വർഷം ഇവിടെ 5 വർഷം അവിടെ കോഴ്സ്, ഈ 5 വർഷത്തേക്കുള്ള എല്ലാ ടൈമിലെയും ഫീസിന്റെ സ്തോത്രം ചെക്ക് എഴുതി തരണം. ഒരു ദൈവദാസനായ എന്നോട് സ്തോത്രം ഹല്ലേലൂയ, ഒരു ദൈവദാസിയായ സ്ത്രീ ഹല്ലേലൂയ കോളേജിന്റെ അധികാരി പറയുകയാണ്. സ്തോത്രം അന്നേരം എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ചിന്തിച്ചത് ചെക്ക് ബുക്ക് എവിടെ കിട്ടും? ഹല്ലേലൂയ സ്തോത്രം, ചെക്ക് ബുക്ക് ഞാൻ എടുത്തത് എവിടെ ഇരിക്കുന്നതെന്നായിരുന്നു എന്റെ ചിന്ത. സ്തോത്രം ഞാൻ ചിന്തിച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചു സ്തോത്രം ഹല്ലേലൂയ എന്ത് ചെയ്യാം? സ്തോത്രം ഹല്ലേലൂയ ഈ ചെക്കൊക്കെ കൊണ്ട് അടുത്ത ദിവസം കൊടുക്കാൻ വിചാരിച്ചു. സ്തോത്രം ഹല്ലേലൂയ. വിശ്വാസ ജീവിതത്തിന്റെ സ്തോത്രം ശ്രേഷ്ഠതയെ കുറിച്ച് ഞാൻ പറയുക. അവരോട് ഞാൻ പറഞ്ഞു, ഞാൻ നാളെ എല്ലാം ഇല്ല, ഇന്ന് തന്നെ എത്തിക്കണം, ഇല്ലെങ്കിൽ മോളെ വിളിച്ചോണ്ട് പൊക്കോളുക. സ്തോത്രം ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഇന്ന് എന്തായാലും എന്നെ കൊണ്ട് കൊണ്ടുവരാൻ കഴിയില്ല, കാരണം ഞാൻ നടന്നും പിടിച്ചുമൊക്കെയായി ഇവിടെ വരെ വന്നത്. ഇനി എനിക്ക് സ്തോത്രം പോയിട്ട് ഇന്ന് നിങ്ങളുടെ സമയത്തിനുള്ളിൽ മടങ്ങി വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോന്നു. വൈകിട്ട് വന്ന് രാത്രിയിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്റെ ഹൃദയത്തിൽ മാറുന്നില്ല കേട്ടോ. സ്തോത്രം പ്രാർത്ഥിച്ച് ദൈവത്തോട് ഇങ്ങനെ അടുത്ത ദിവസം ഈ ചെക്കെല്ലാം കൊടുത്തുവിടാം, ഒരു കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ രാത്രി 12 മണി കഴിയുമ്പോൾ ഒരു കോൾ എനിക്ക് വന്നു. ആ കോൾ ദുബായിൽ നിന്നുള്ളൊരു കോളാണ്. സ്തോത്രം ഹല്ലേലൂയ. ആ കോളിൽ സ്തോത്രം എന്നോട് ഒരു ദൈവദാസൻ, ഞാൻ കുവൈറ്റിൽ പോയപ്പോൾ ദുബായിൽ ചെന്നപ്പോൾ അബുദാബിയിൽ ഒരു ചർച്ചിൽ പോയി പ്രസംഗിച്ചു. അന്ന് അവിടെ വലിയ ജനക്കൂട്ടമായിരുന്നു. ആ ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് ഒരു മനുഷ്യൻ എഴുന്നേറ്റ് വന്ന് സ്തോത്രം എന്നോട് പ്രാർത്ഥിക്കാനൊക്കെ ആവശ്യപ്പെട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നീട് കുറെ കാലങ്ങൾ കഴിഞ്ഞു, ഇപ്പോൾ കുറെ വർഷങ്ങൾ കഴിഞ്ഞു. എനിക്ക് ആ മനുഷ്യനെ കുറിച്ച് ഒരു കാര്യമില്ല. ഞാൻ ഇന്ന ആളാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, സ്തോത്രം സംസാരത്തിനിടയിൽ പറഞ്ഞു, അങ്ങേക്ക് ഞാൻ കുറെ പൈസ അയച്ചിട്ടുണ്ട്, കിട്ടിയോ? എന്റെ അക്കൗണ്ട് പോലും നിലവിലില്ല. സ്തോത്രം ആ അക്കൗണ്ട് സ്തോത്രം ബ്ലോക്കായി കിടക്കുക, അതിനകത്ത് പൈസയൊന്നുമില്ല. സ്തോത്രം അതിനകത്ത് അയച്ചേക്കുന്ന അദ്ദേഹം ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടിയില്ല, ഇങ്ങനെയാണ്. എന്നാൽ പാസ്റ്റർ നാളെ തന്നെ പോകണം, ആ ബാങ്കിൽ ചെന്ന് പറഞ്ഞാൽ മതി. പറയുമ്പോൾ സ്തോത്രം അവർ ആ ബ്ലോക്കൊക്കെ മാറ്റിത്തരും, അതിനകത്ത് പൈസ ഉണ്ട് പാസ്റ്റർ, സ്തോത്രം എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, മക്കളെല്ലാം എല്ലാ വിവരങ്ങളും ചോദിച്ചിട്ട് ചോദിച്ചു, സ്തോത്രം ഈ ഒരു ടേമിന്റെ ഫീസ് ഞാനൊന്ന് അടച്ചോട്ടെ? ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ. അടുത്ത ദിവസം രാവിലെ ചെക്ക് കൊടുത്ത് അയക്കാനിരിക്കുന്ന എന്നോട് ചോദിക്കുകയാണ്, ഈ ഒരു ടേമിന്റെ ഫീസ് ഞാൻ അടച്ചോട്ടെ? ഈ സ്തോത്രം 22,000 രൂപയാണ് അന്ന് രാവിലെ ഞാൻ അവർക്ക് ഫീസ് അടയ്ക്കേണ്ടത്. സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഞാനിതാ പുതിയ അക്കൗണ്ട് നമ്പർ വാങ്ങിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതാ ഞാൻ പൈസ ഇടുന്നു, രാവിലെ ATM നിന്ന് പാസ്റ്റർ അത് എടുത്തോളൂ. ഹല്ലേലൂയ. അദ്ദേഹം ആ പൈസ മാത്രമല്ല എക്സ്ട്രാ പൈസയും കൂടെ ചേർത്ത് എനിക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്ത് എനിക്ക് പൈസ അയച്ചു. അടുത്ത ദിവസം ഞാൻ ആ കോളേജിൽ പോയില്ല. ഞാൻ കർത്താവിന്റെ ദാസന, എന്നെ അതിന് സമ്മതിക്കയില്ല. ഇന്ന് ഈ വചനം കേൾക്കുന്ന എത്ര പേർ ഏറ്റെടുക്കും? ദൈവത്തിന് നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ കഴിയും. ഇന്ന് രാത്രിയിൽ പ്രവർത്തിക്കുന്ന പലർക്കും വിശ്വാസമില്ല. വിശ്വാസത്തിന്റെ അവസാന നിമിഷമാകുമ്പോൾ അവർ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. അവര് സ്തോത്രം ദൈവത്തെ വിട്ട് ഓടിപ്പോകും. അവിടുന്ന് ദൈവം പ്രവർത്തിച്ചു. ഇന്ന് എന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു. അതെല്ലാം ഇനിയൊരു സമയം ഞാൻ പറയാം. സ്തോത്രം കഴിഞ്ഞു, അവിടെ പഠനം കഴിഞ്ഞു, അവൾ BD പൂർത്തിയാക്കി. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും എന്റെ ദൈവം ഇന്ന് വരെ വിശ്വസ്തനായി ലോകം മുഴുവൻ തന്നെ സാക്ഷിയാക്കി നിർത്തിക്കൊണ്ട് ദൈവം പ്രവർത്തിപ്പാൻ വിശ്വസ്തനായിരുന്നു. എത്ര പേർക്ക് വിശ്വസിക്കാം? അവന്റെ ബ്ലഡ് ടൈൽ വന്നവർ ഹല്ലേലൂയ. ആ ഹല്ലേലൂയ ഉടമ്പടിയിൽ വന്നവർ. അതാണ് പ്രധാനം. ഹല്ലേലൂയ. പ്രത്യാശയാൽ രക്ഷിക്കുക. സാക്ഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞു, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞുമിരിക്കെ പിന്നെയും നിങ്ങൾ ദരിദ്രമായ ആദി പാഠങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നത് എന്ത്? ഇന്ന് രാത്രിയിൽ, ഇന്ന് പകലിൽ ഹല്ലേലൂയ
ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ഓ സ്തോത്രം, ഹല്ലേലൂയ. എന്നെ ഇന്ന് വരെയും ലജ്ജിപ്പിച്ചില്ല. 20 വർഷങ്ങൾ എന്നെ നടത്തി. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർ പട്ടണത്തിൽ ഇരുന്നുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എന്നെ ദൈവം അയക്കാത്ത ദേശങ്ങളില്ല, സ്ഥലങ്ങളില്ല. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളുടെ മധ്യയിലും ദൈവം അയച്ചു. ദൈവം എന്നോട്, ഓ സ്തോത്രം, ഹല്ലേലൂയ, ഓ ഞാൻ ക്യാൻസർ രോഗികൾ സൗഖ്യമാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നൊന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. ചിലർക്ക് വേണ്ടി ഞാനൊന്ന് ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ച് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 11ാമത്തെ ദിവസം, ഉപവാസവും പ്രാർത്ഥനയുമാണല്ലോ. എത്ര പേർ ഏറ്റെടുക്കും? എത്ര പേർ ഏറ്റെടുക്കും? ഹല്ലേലൂയ. ഇത് ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് എത്ര പേർക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയും? ദൈവം അത്ഭുതവാനായ ദൈവമാ. ദൈവം നിന്നെ വഴിയിൽ കളഞ്ഞിട്ട് പോകുന്ന ദൈവമല്ല. ദൈവം നിന്നെ ശക്തമായി ഉപയോഗിക്കുവാൻ വിശ്വസ്തനായ ദൈവമാ. ഹല്ലേലൂയ. നീ അത്ഭുതങ്ങളെ കാണും. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട നാളിൽ എന്നതുപോലെ നീ അത്ഭുതങ്ങൾ കാണും. ഹല്ലേലൂയ. ഓ ചെറിയാൻ സൈമൺ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ വാഗ്ദത്തങ്ങൾ ഒന്നും നീങ്ങിപ്പോയിട്ടില്ല. യേശുവിന്റെ നാമത്തിൽ അത്ഭുത വിഷയമാക്കി ദൈവം എടുത്ത് നീ കരം നീട്ടി പ്രാർത്ഥിക്കുക. നീ അത്ഭുതം, ഹല്ലേലൂയ, കാണുവാൻ ഇടയാകും. നിന്റെ വിശുദ്ധ കരം ഉയർത്തി പ്രാർത്ഥിക്കുക. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവദാസന്മാരും ദൈവദാസിമാരും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. വിശ്വാസത്തോടെ ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന നിങ്ങളല്ല, നിങ്ങളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കും? എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കും? ഇന്ന് വലിയ അത്ഭുതം ദൈവം ചെയ്യാൻ പോകുകയാ. ഹല്ലേലൂയ. കർത്താവേ, ഓ സ്തോത്രം, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുടെ വലത് കരങ്ങൾ ഉയരട്ടെ. ആ വലത് കരങ്ങളെ ഞാൻ അനുഗ്രഹിക്കാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. ദൈവത്തിന്റെ ദാസൻ എന്ന നിലയിൽ ഹല്ലേലൂയ ഈ ജനത്തെ അടിയൻ ഇപ്പോൾ അനുഗ്രഹിക്കുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ഉയർന്ന കരങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മാറ്റങ്ങൾ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. വലിയൊരു സമൂഹം എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. വലിയൊരു സമൂഹം യേശുവിനായി ജീവൻ കൊടുക്കുന്ന ഒരു കൂട്ടം എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ അത്ഭുതങ്ങൾ, ദൈവത്തിന്റെ പ്രവർത്തികൾ ഈ കുടുംബങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. എല്ലാ മേഖലകളും അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചടിയൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്തതിനായി സ്തോത്രം, വെളിപ്പെടുത്തിയതിനായി സ്തോത്രം, ശക്തീകരിച്ചതിനായി സ്തോത്രം, ഈ ജനത്തിനായി സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം പിതാവേ, ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വരുവാൻ സ്തോത്രം, ഹല്ലേലൂയ. ഒരു അല്പസമയം മതി. ഈ വചനം ഒന്ന് പ്രസ്താവിക്കുന്ന സമയം മതി. സ്തോത്രം. ഒരു വാക്യം കൂടെ വായിച്ചുകൊണ്ട് നമ്മൾ സ്തോത്രം വൈൻഡപ്പ് ചെയ്യുന്നു. ഒരു വാക്യം നിങ്ങൾക്കായി തരിക. സ്തോത്രം. നിങ്ങൾ തന്നെ അതൊന്ന് വായിക്കുക. ഇത് മറക്കരുത്. സ്തോത്രം. ആ വാക്യം മാത്രം വായിച്ചുകൊണ്ട് നമ്മൾ നിർത്തുന്നു. സ്തോത്രം. സഭാപ്രസംഗി 11-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. എങ്ങനെയാ ദൈവത്തിന്റെ പ്രവൃത്തി? സ്തോത്രം. ആരെങ്കിലും വായിച്ചാട്ട്. ഹല്ലേലൂയ, സ്തോത്രം. സഭാപ്രസംഗി നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് ഈ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും കുറിവാക്യമായി നിങ്ങൾ ഉപയോഗിക്കുക. ദൈവത്തിന്റെ അത്ഭുതം കാണുവാൻ തുടങ്ങും. സഭാപ്രസംഗി 11-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. കാറ്റിനെ നോക്കുന്നവൻ ഹല്ലേലൂയ വിതയ്ക്കയില്ല. കാറ്റിനെ നോക്കുന്നവൻ വിതയ്ക്കുകയില്ല. മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. കാറ്റിന്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണി ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്നും എങ്ങനെയാ ഉളവാകുന്നത് എന്ന് നീ അറിയാത്തതുപോലെ സകലവും ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ നീ അറിയുന്നില്ല. ഹല്ലേലൂയ. നോക്കൂ, സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തികളെ എങ്ങനെയാ ഗർഭിണിയുടെ വയറ്റിൽ സ്തോത്ര അസ്ഥി ഉണ്ടാകും? നമുക്കറിയാം. എങ്ങനെയാ ദൈവം പ്രവർത്തിക്കുന്നത്? നീ ഒരു കർഷകനെ പോലെ ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് സ്തോത്രം, ഇന്ന് കേട്ട ഈ വചനത്തെ വിടാതെ വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ കൃപ പ്രാപിക്കുക. അത്ഭുതങ്ങളുടെ മേൽ ഈ ഗ്രൂപ്പ് വളരാൻ പോകുക. ഇത് സ്തോത്രം, ഹല്ലേലൂയ, സഭയാകുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് എന്നെ പറയുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്കായി പ്രിയപ്പെട്ടവരെ ദൈവം വേർതിരിക്കുകയാണ്. വലിയൊരു കൂട്ടമായി ഇത് മാറുവാൻ പോകുകയാ. പറയുന്നത് സ്വർഗത്തിലെ ദൈവമാ. നീ ഏറ്റെടുത്താൽ ദൈവത്തിന്റെ മഹത്വം കാണും. അനേകം കൂട്ടങ്ങൾ നിനക്ക്, അനേകം ജനങ്ങൾ നിനക്ക് അവകാശമാകുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ.